ദൈവമിട്ട തുടക്കം പാതി വഴിക്ക് നിന്നു പോകത്തില്ല. അത് ദൈവം തന്നെ വിജയിപ്പിക്കും. കാരണം അത് ദൈവം ഇട്ട തുടക്കമാണ്. നല്ല തുടക്കങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇട്ട് തരും. +2 കഴിഞ്ഞു ഇനി എന്നാ പഠിക്കണം? ദൈവമേ നല്ലൊരു തുടക്കം ഇടണമേ. ഓരോരുത്തർക്കും ഓരോന്നാണ് ദൈവം വെച്ചിട്ടുള്ളത്. എന്നേക്കാൾ നന്നായി മറ്റൊരാൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന, എല്ലാവർക്കും നന്മ വരണമെന്നാഗ്രഹിക്കുന്ന നല്ലൊരു മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഒത്തിരി നന്മകൾ ഉണ്ടാകാൻ തുടങ്ങും. ആയിരക്കണക്കിനല്ല 5000-ത്തിലധികം കുഞ്ഞുങ്ങളുടെ ഫോട്ടോയും നിയോഗവും പ്രാർത്ഥനയും നാളെ മുതലുള്ള പ്രാർത്ഥനയ്ക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ഓരോ മക്കളും ഒത്തിരി ദൈവാനുഗ്രഹമുള്ളവരായി വരണം. നല്ല ബോധ്യങ്ങൾ ദൈവം അവരുടെ മനസ്സിൽ ഇട്ട് കൊടുക്കണം. നമ്മളിങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ മക്കളിൽ രക്ഷപ്പെടണമെന്ന തോന്നലിടും. രക്ഷപ്പെടണം എന്ന ഒരു തോന്നൽ ദൈവം അവരിലിടും. നിങ്ങളുടെ മക്കളുടെ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് അവരെ മനസ്സിൽ ചേർത്ത് വച്ച്, അവരിവിടെ ഇല്ലെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലും അവരെ കൂടി ചേർത്ത് വെച്ചൊന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അടയാളങ്ങൾ സംഭവിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന തടസ്സങ്ങളൊക്കെ മാറി നമ്മൾ എന്നേക്കാൾ നന്നായി മറ്റൊരാൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന, എല്ലാവർക്കും നന്മ വരണമെന്നാഗ്രഹിക്കുന്ന നല്ലൊരു മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഒത്തിരി നന്മകൾ ഉണ്ടാകാൻ തുടങ്ങും. ആയിരക്കണക്കിനല്ല 5000-ത്തിലധികം കുഞ്ഞുങ്ങളുടെ ഫോട്ടോയും നിയോഗവും പ്രാർത്ഥനയും നാളെ മുതലുള്ള പ്രാർത്ഥനയ്ക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ഓരോ മക്കളും ഒത്തിരി ദൈവാനുഗ്രഹമുള്ളവരായി വരണം. നല്ല ബോധ്യങ്ങൾ ദൈവം അവരുടെ മനസ്സിൽ ഇട്ട് കൊടുക്കണം. നമ്മളിങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ മക്കളിൽ രക്ഷപ്പെടണമെന്ന തോന്നലിടും. രക്ഷപ്പെടണം എന്ന ഒരു തോന്നൽ ദൈവം അവരിലിടും. നിങ്ങളുടെ മക്കളുടെ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് അവരെ മനസ്സിൽ ചേർത്ത് വച്ച്, അവരിവിടെ ഇല്ലെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലും അവരെ കൂടി ചേർത്ത് വെച്ചൊന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അടയാളങ്ങൾ സംഭവിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന തടസ്സങ്ങളൊക്കെ മാറി നമ്മൾ അനുഗ്രഹിക്കപ്പെടും. വിശ്വാസത്തോടെ ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാമോ? ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു ഭാഗ്യം തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ദൈവം എന്നെ അനുഗ്രഹിച്ചെന്ന് സ്പഷ്ടമായി മനസ്സിലാകുന്ന വിധം എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. എന്നെ സ്പഷ്ടമായി ദൈവം അനുഗ്രഹിച്ചുവെന്ന് മനസ്സിലാകുന്ന വിധത്തിൽ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ സഹായിക്കണമേ. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന അകത്തും പുറത്തുമായി ആയിരക്കണക്കിന് മനുഷ്യർ, പ്രാർത്ഥനയോടെ വന്ന് നിൽക്കുന്നവർ എല്ലാവരെയും സ്നേഹത്തോടെ, വളരെ ബഹുമാനത്തോടെ, സന്തോഷത്തോടെയാണ് കാണുന്നത്. ശ്രേഷ്ഠരായി നിങ്ങളെ കാണുന്നു. നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുവാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ വിജയം എല്ലാവരും കാണും. പക്ഷേ അതിനുവേണ്ടി നമ്മൾ ചെലവഴിച്ച പ്രാർത്ഥനകൾ, അതിനുവേണ്ടി നമ്മൾ സഹിച്ച സഹനങ്ങളൊന്നും ആരും കണ്ടുവെന്ന് വരില്ല. പക്ഷെ അതിനപ്പുറമായി നമുക്കുണ്ടാകുന്ന വിജയം
എല്ലാവരും കാണാനിടയാകും. അത് അനേകർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാകട്ടെ. എല്ലാ കുഞ്ഞുങ്ങളെയും ഒക്കെ ഓർത്ത്, ഇന്നിവിടെ പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് എന്നിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും വേറൊന്നും ചെയ്യത്തില്ല. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ഞാൻ ഈ ഭൂമിയിൽ ചെയ്യത്തില്ല. നല്ല മനസ്സിൽ ഈ പാട്ടിൻ്റെ വരികൾ കുർബാന സ്വീകരണത്തിന് പാടിയ പാട്ടാണ്. നമ്മൾ ആ പാട്ടിൻ്റെ വരികളൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അർത്ഥമറിഞ്ഞ് പ്രാർത്ഥനയോടെ പാടിയേ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങയല്ലാതെ ഒന്നും നേടുവാ ഇല്ലല്ലോ ഈ ധരയിൽ. പാടാമോ? അങ്ങയല്ലാതെ ഒന്നും നേടുവാ ഇല്ലല്ലോ ഈ ധരയിൽ. തമിഴിൽ പാടുകയാണ്. ദിനവും ഉന്നോടു ചേർന്ന് ദിനവും ഉന്മാർവിൽ സായ്ந்து ദിനവും ഉന്നോടു ചേർന്ന് ദിനവും ഉന്മാർവിൽ സായ്ந்து விலகா முடியாது அன்பே உயிரே என்னே சுராஜா விலகா முடியாது அன்பே உயிரே என்னே சுராஜா. நேசிக்கிறே 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 യേശുയാ നേസിക്കിരേ 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 യേശയ്യാ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല. എന്റെ ദാഹം നിന്നിൽ തന്നെയാ. പ്രാർത്ഥനയോടെ അത് പാടുമോ? വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല. എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകും ജീവൻ നൽകിടും ജീവന്റെ അപ്പം നീ. ദാഹം തീർക്കും ജീവനാഥിയേ. പറയുമോ? ജീവൻ നൽകിടും ജീവന്റെ അപ്പം നീ. ദാഹം തീർക്കും ജീവനാഥിയേ. കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് നേസിக்கிறേ 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 യേശയ്യാ. പറഞ്ഞു. നേസിக்கிறേ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നേ യേശുവേ. എല്ലാവരും അധരം തുറന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ. സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ യേശുവേ. സ്തുതിക്കുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങളും ദൈവപ്രവർത്തികളും ഞങ്ങളുടെ ഇടയിൽ അങ്ങ് ചെയ്യണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവർത്തികളും ഞങ്ങളുടെ ഇടയിൽ അങ്ങ് പ്രവർത്തിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവർത്തികളും ഇവിടെ സംഭവിക്കണമേ സംഭവിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. കരങ്ങളെ താഴ്ത്തി ഈശോ മിശിഹായുടെ
എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കൊന്നിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ബഹുമാനത്തോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങളെ കാണുന്നു. ഇന്ന് പ്രതീക്ഷിച്ചതിലൊക്കെ അധികം ആളുകളാണ് നമ്മുടെ ഈ ആലയത്തിൽ പ്രാർത്ഥനയോടെ മഴയായിട്ടും ഇവിടെ വന്നത്, പ്രാർത്ഥിക്കുന്നത്. കുഞ്ഞുങ്ങളുണ്ട്, കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, പ്രായമായ അപ്പച്ചന്മാർ, അമ്മമാർ എല്ലാവരുമുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ദൈവം ഞങ്ങൾക്ക് തന്നവരാണ് നിങ്ങൾ. നമ്മളുടെ പ്രാർത്ഥനയ്ക്കും ദൈവാനുഗ്രഹത്തിനുമായി ദൈവം ഈ ആലയത്തിൽ കൊണ്ടുവന്നവരും ദൈവം ഞങ്ങൾക്ക് തന്നവരുമാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളെ അത്രയും ശ്രേഷ്ഠരായിട്ടാണ് ഞങ്ങൾ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഇന്ന് നല്ലൊരു അനുഗ്രഹമായി തീരട്ടെ. ഇന്നലെ മുതലിങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ, ഈ ജനത്തെ അനുഗ്രഹിക്കുമ്പോൾ എൻ്റെ മുഖം ഒരു സെക്കൻഡിലേക്കെങ്കിലും അങ്ങയുടെ മനസ്സിൽ തെളിയാൻ ഇടവരണമേ. ഇത്രയും ജനത്തെ പ്രാർത്ഥനയ്ക്കുത്തരമായി അങ്ങ് അനുഗ്രഹിക്കുമ്പോൾ അങ്ങയുടെ മുഖം, അങ്ങയുടെ മനസ്സിൽ എൻ്റെ മുഖം തെളിഞ്ഞു വരാൻ ഇടയാകണമേ. ആമേൻ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മുഖം ദൈവത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരാൻ ഇടയാകട്ടെ. ബുധനാഴ്ച മുതൽ ഇവിടെ വന്ന ആളുകളുണ്ട്. ബുധൻ, വ്യാഴം, വെള്ളി വിവിധ ദേശങ്ങളിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങി ഇവിടെ എത്തിയ സമയം, എത്ര മിനിറ്റ്, എത്ര സെക്കൻഡ്, എത്ര മണിക്കൂർ, അത് നിങ്ങൾക്കൊരനുഗ്രഹമാകട്ടെ. ആമേൻ. നിങ്ങൾ ചെലവഴിച്ച പണം, വണ്ടിക്കാശ്, ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചത്, ചിലപ്പോൾ റൂം പുറത്തെടുത്തത്, ആ ചെലവഴിച്ച പണം ദൈവീക കാര്യങ്ങൾക്ക് മാറ്റിവെച്ചതാണ്. അതും നിങ്ങൾക്കൊരനുഗ്രഹമാകട്ടെ. മഴയായിരുന്ന ഈ സമയത്ത് വീട്ടിലിരിക്കാമായിരുന്നു, ഇത് ഓൺലൈനിൽ കേൾക്കാമായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ കാണിച്ച നല്ല മനസ്സിന്, നിങ്ങളുടെ താല്പര്യത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളിങ്ങനെ ചിന്തിച്ചിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തൊരു കാര്യം പറയുവാണ്. വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നിൽക്കുന്ന പല മനുഷ്യർ, ഇവിടെ ഇരിക്കുന്ന മനുഷ്യരൊക്കെ പലരും കല്ലിലും മുള്ളിലുമൊക്കെ ചവിട്ടി നടക്കുന്നവരാണ്. നിങ്ങൾ നടക്കുന്ന വഴിയേക്കൂടെ മുഴുവൻ ഒരു കാർപ്പറ്റ് മേടിച്ചിടണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വേണം. നിങ്ങൾ നടക്കുന്ന വഴി കൂടെ മുള്ളുകൊള്ളാതെ, കല്ല് തട്ടാതെ സേഫായിട്ട് നടക്കാൻ നിങ്ങൾക്കെല്ലാം ഒരു കാർപ്പറ്റ് പോകുന്ന വഴിക്കെല്ലാം മേടിച്ചിടണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വേണം. അതിനിപ്പോൾ നമുക്കൊക്കത്തില്ല. പക്ഷേ നിങ്ങളുടെ കാലിൽ മുള്ളുകൊള്ളാതിരിക്കാൻ, എവിടെയും പരിക്കു പറ്റാതിരിക്കാൻ ചെറിയ പൈസയ്ക്ക് ഒരു ചെരുപ്പ് മേടിച്ച് തരാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പൈസ, ഒരു കാർപ്പറ്റിൻ്റെ പണമില്ല ഒരു ചെരുപ്പിന്. ആ ചെരുപ്പ്, ഇവിടെ ഉള്ള ഓരോ പ്രാർത്ഥനയും പാട്ടുമൊക്കെ നിങ്ങളുടെ കാല് ഒരു മുള്ളിലും കൊള്ളാതെ, ഒരു കല്ലിലും തട്ടി വീഴാതെ നിങ്ങളെ സേഫായിട്ട് നടത്തുന്നൊരു ചെരുപ്പ് പോലെ, ഈ ചെറിയ കാര്യമാണെന്ന് തോന്നിയാലും നിങ്ങൾക്കതൊരു സംരക്ഷണമായി മാറും. ആമേൻ. കാലിലൊരു ചെരുപ്പുണ്ടെങ്കിൽ പല മുള്ളും കുറ്റിയൊന്നും കൊള്ളത്തില്ല. നിങ്ങളിവിടെയുള്ള കുഞ്ഞു കാര്യമായിട്ട് തോന്നിയാലും ഇവിടെയുള്ള പ്രാർത്ഥന നിങ്ങളെ പലതരത്തിലും സഹായിക്കുന്നുണ്ട്. ആമേൻ. നിങ്ങളെ സൂക്ഷിക്കുന്നുണ്ട്, ഹല്ലേലൂയ. നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് ശേഷം ഇവിടെ വരുമ്പോൾ, ഈ മുറ്റത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ, എവിടെ നിന്നോ വന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നപ്പോൾ അയാൾക്ക് പരിചയമുള്ള വേറൊരാളെ കണ്ടു. അപ്പോൾ അദ്ദേഹം ചോദിക്കുവാണ്, എന്താ ഇവിടെ, നിങ്ങളെന്താ ഇവിടെ? അവരെവിടെയോ പരിചയമുള്ളവരാണ്. അപ്പോൾ അവർ പറഞ്ഞ വാക്ക് ഞാൻ കേട്ടു, ഞാനൊരു 3 മാസത്തിൽ ഇവിടെ വരാറുണ്ട് ഭായി. ഒരു 3 മാസം കൂടുമ്പോൾ ഞാൻ ഇവിടെ വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട് ഭായി. അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുവാണ്, അതെന്തിന്? അതായിരിക്കും ചോദിച്ചത്, ഞാൻ കേട്ടില്ല. എന്തായാലും മറുപടി ഇങ്ങനെയാണ്,
ഈ പറഞ്ഞ വ്യക്തി മാസങ്ങളായി ഒരു ചെറിയ കുപ്പി വിഷം അയാളുടെ കട്ടിലിൻ്റെ തലയുടെ അടുത്ത് വച്ചിരുന്നാ കിടന്നുറങ്ങുന്നത്. അയാളുടെ ഭാര്യയ്ക്കും ഇതറിയാം. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, ഈ വിഷക്കുപ്പി നീ എടുത്ത് കളഞ്ഞേക്കല്ല്. എനിക്ക് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ ഞാനിതെടുത്ത് കുടിക്കും. അങ്ങനെയാണ് അദ്ദേഹം പറയാറുള്ളതും. ഒരു വിഷമുള്ള കുപ്പി അദ്ദേഹത്തിൻ്റെ കട്ടിൽ കിടക്കുന്ന തലയണയുടെ സൈഡിൽ വച്ചിരിക്കുന്നതും. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ്: ഞാൻ ഒരു ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയ അന്ന് ആദ്യം ചെയ്തത് എൻ്റെ കട്ടിലിൻ്റെ സൈഡിൽ ഞാൻ തന്നെ സൂക്ഷിച്ചിരുന്ന വിഷക്കുപ്പി എടുത്ത് എൻ്റെ പറമ്പിനപ്പുറത്തുള്ളൊരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടു. എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം തന്ന സ്ഥലമാണ് ഭായി ഇത്. അതുകൊണ്ട് 3 മാസം കൂടുമ്പോൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഭായി. ഇവിടെ വരുന്നത് ഒരു അനുഗ്രഹമാണ് ഭായി എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. നിങ്ങളോട് പറയുകയാണ്, ചിലപ്പോൾ ആദ്യമായി വന്നവരാകാം, സ്ഥിരമായി വരുന്നവരാകാം, നിങ്ങളിവിടെ വന്നതൊരു അനുഗ്രഹമാണ് ഭായി. നിങ്ങൾക്കിതൊരു അനുഗ്രഹമാണ്. കാരണം സ്വാർത്ഥതയില്ലാതെ അസൂയയില്ലാതെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. നിങ്ങളുടെ ഭാരം ഇറക്കി വയ്ക്കാൻ ദൈവം കണ്ടുപിടിച്ച് ഒരുക്കി തന്നൊരു സ്ഥലമാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരാളോട് ചോദിച്ചു, എന്നാ പ്രായമുണ്ട്, എത്ര വയസ്സായി എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് ഇത്രയും വയസ്സായി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ കണ്ട പ്രായം വരെ ജീവിച്ചിട്ട് നിങ്ങൾ എത്ര അത്ഭുതങ്ങൾ ചെയ്തു? നമ്മളാരും അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു അത്ഭുതമൊന്നും ചെയ്തിട്ടില്ല. നമ്മളാരും അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കിൽ നമ്മളൊക്കെ അത്ഭുതം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുവാണ്, നിങ്ങൾ ആരുടെയെങ്കിലും ഒരാളുടെ കണ്ണുനീർ തുടച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ ചെയ്ത ഒരത്ഭുതമാണ്. നിങ്ങൾ ആർക്കെങ്കിലും ഒരു ചായ കുടിക്കാൻ ഒരു 10 രൂപ സന്തോഷത്തോടെ എടുത്തു കൊടുത്തിട്ടുണ്ടോ? ഇതിരിക്കട്ടെ, അത് നിങ്ങൾ ചെയ്ത ഒരു അത്ഭുതമാണ്. ആരോടെങ്കിലും എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ, നിങ്ങളുടെ പ്രതിസന്ധികളൊക്കെ മാറും കേട്ടോ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖമൊന്ന് തെളിഞ്ഞില്ലേ? അത് നിങ്ങൾ ചെയ്ത അത്ഭുതമാണ്. നിങ്ങൾ ചിലർക്ക് വേണ്ടി സമയം മാറ്റിവെച്ചില്ലേ? ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിങ്ങളൊരു ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗിക്ക് ഒരു 2000 രൂപ എടുത്ത് കൊടുത്ത് പറഞ്ഞു, നിങ്ങളിത് കയ്യിൽ വെച്ചോ, ഡയാലിസിസിന് പ്രയോജനപ്പെടുത്തിക്കോ, ഇതേ ഉള്ളു കേട്ടോ. 2000 രൂപ എടുത്ത് കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു 3000 രൂപ കൊടുത്തിട്ടുണ്ടോ? ആർക്കെങ്കിലും? അത് നിങ്ങൾ ചെയ്ത അത്ഭുതമാണ്. നിങ്ങൾ പള്ളിയിലേക്ക് പോയപ്പോൾ അല്ലെങ്കിൽ ടൗണിൽ പോയപ്പോൾ ഒരു സ്കൂട്ടിയോ ഒരു സൈക്കിളോ ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ കടയിലേക്ക് നടന്നു പോകുമ്പോൾ, വണ്ടിയെ സ്ഥലമുണ്ട് എന്നാൽ കയറിക്കോ കേട്ടോ, ടൗണിലേക്കാണെങ്കിൽ പള്ളിയിലേക്കാണെങ്കിൽ ഇങ്ങോട്ട് കയറിക്കോ എന്ന് പറഞ്ഞ് വാഹനം നിർത്തി ഡോറ് തുറന്ന് കയറിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചെയ്ത അത്ഭുതമാണ്. നമ്മൾ ചെയ്ത ഇതെല്ലാം ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിച്ച കുറേ അത്ഭുതങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ അത്ഭുതങ്ങൾ ചെയ്യുന്നവരാണ്. അത്ഭുതങ്ങൾ ചെയ്യുന്നവരെ ലോകത്തിനാവശ്യമാണ്. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യുന്നവരാകട്ടെ, അത്ഭുതങ്ങൾ ചെയ്യുന്നവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാം സാധാരണക്കാരാണ്, ശരിയാ. ഒരാൾക്ക് 1 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, 1 രൂപ കൊണ്ട് വീട് മുഴുവൻ നിറയ്ക്കണമെന്ന്. 1 രൂപ കൊണ്ട് എന്നാ ആകാനാ? അയാൾ കടയിൽ പോയി നോക്കി, 1 രൂപയ്ക്ക് എന്നാ കിട്ടും? അപ്പോൾ കടക്കാരൻ പറഞ്ഞു, 1 രൂപയ്ക്ക് ഒരു ചന്ദനത്തിരി വേണേ തരാമെന്ന് പറഞ്ഞു. ഒരു സാമ്പ്രാണിത്തിരി 1 രൂപയ്ക്ക് വേണേ ഒരെണ്ണം തരാം. ആദ്യം കൊണ്ടുവരാൻ പറഞ്ഞു. അത് കൊണ്ടുവന്ന് ആ മുറിക്കകത്ത് കത്തിച്ചു വെച്ചു. 1 രൂപ കൊടുത്തയാൾ ചോദിച്ചു, നീ 1 രൂപ കൊണ്ട് ഒരു മുറി മുഴുവൻ എന്നതാ നിറച്ചത്? അത് കാണാൻ വന്നപ്പോൾ ആ വാതിൽ തുറന്നപ്പോൾ ആ മുറി മുഴുവൻ സുഗന്ധം. 1 രൂപയുടെ സാമ്പ്രാണിത്തിരി കൊണ്ട്, 1 രൂപയുടെ കുന്തിരിക്കത്തിൻ്റെ ഒരു തിരി കൊണ്ട് ഒരു മുറി മുഴുവൻ, ഒരു വീട് മുഴുവൻ സുഗന്ധമുള്ളതാക്കി മാറ്റി. ഒന്നും നിസ്സാരമല്ല. ആ കുന്തിരിക്കത്തിൻ്റെ തിരി പോലെ ആയിരിക്കും ഒരുപക്ഷെ ഈ 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്നൊരു മനുഷ്യൻ പാടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്നത്, കേൾക്കുന്നൊരു വചനം, ഒരാശീർവാദം. കാര്യം അതൊരു സാമ്പ്രാണിത്തിരി പോലെയൊക്കെ 1 രൂപയുടെയൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ
നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ സുഗന്ധപൂരിതമാക്കാൻ ഈ 1 രൂപയുടെ ഒരു കുന്തിരിക്കത്തിൻ്റെ ഒരു സാമ്പ്രാണിത്തിരിക്ക് പറ്റും. ആമേൻ. നമ്മളൊക്കെ സാധാരണക്കാരാണ്. നമ്മളെ കൊണ്ട് തന്നെ ആകാനാ, നമ്മളെ കൊണ്ട് ചിലത് പറ്റും. ചില അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കും. ആമേൻ. ഇന്ന് ഈ മാസത്തിൻ്റെ അവസാന ദിവസമാണ്. ഇന്ന് വയനാട്ടിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലാവസ്ഥയൊക്കെ അനുകൂലമല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. എങ്കിലും അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ദിവസം ഇരിക്കാൻ സ്ഥലമില്ലാത്ത വിധത്തിൽ നിങ്ങൾ കുട്ടികളുടെ പേരെഴുതി തന്ന ഓരോ പ്രാർത്ഥനകളും ഒരു നിയോഗപ്പെട്ടിയിലല്ല വെച്ചിട്ടുള്ളത്. ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ അൽത്താരയിൽ ഒന്നുപോലും കളയാതെ ആരെങ്കിലുമൊക്കെ ഈ പെട്ടിക്കകത്തൊക്കെ അത് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരമോ നാളെയോ അതെല്ലാം എടുത്ത് കെട്ടുകളായി വച്ച് നാളെ മുതൽ ഈ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വച്ച് നിങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വല്ല ഗുണമുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ട്. ഒരു വചനം പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഒരിക്കലും പറയരുത് നിന്നെ ഒന്നിനും കൊള്ളത്തില്ല. നിൻ്റെ തലവട്ടം ഈ വീട്ടിൽ കണ്ടപ്പോൾ മുതലാണ് ഈ കുടുംബം തകരാൻ തുടങ്ങിയത്. നിനക്കെന്നാ കഴിവാ ഉള്ളത്, നിൻ്റെ കളറ് വളരെ മോശമാ. ഇതൊന്നും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ, നമ്മളങ്ങനെ അവരോട് പറഞ്ഞാൽ പിശാച് അവരിൽ പിടിമുറുക്കും. അവരിൽ നെഗറ്റീവ് ഉണ്ടാകാൻ തുടങ്ങും, റിബലാകാൻ തുടങ്ങും. മറിച്ച് നിങ്ങൾ പറയണം, ഈ മക്കളെ ദൈവം നമുക്ക് തന്നതാണ്. ദൈവം തന്ന എൻ്റെ മകനെ, മകളെ ഞാൻ സ്നേഹിക്കുന്നു. ഈ മക്കൾ ദൈവാനുഗ്രഹമാണ്. നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ മകനിൽ, മകളിൽ രക്ഷപ്പെടണമെന്ന ഒരു തോന്നൽ ദൈവം അവരുടെ അകത്തിടും. നമ്മൾ പുറകെ തിരിച്ചു മറിക്കൊന്നും വേണ്ട. അവർ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കും. ഒരുപക്ഷെ എവിടെയെങ്കിലും പോയി ഒരു ദിവസം പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ള ഒരു ചിന്ത ദൈവം തമ്പുരാൻ അവരുടെ അകത്തിടും. അതൊരാരംഭമാണ്. അതൊരു വലിയ കെട്ടിടം പണിയാൻ ആദ്യത്തെ കല്ല് വച്ചതുപോലെ ഒരു നല്ല തുടക്കമാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഇതൊക്കെ നല്ലൊരു തുടക്കമാണ്. ഇതൊക്കെ ഒരു നല്ല തുടക്കമാണ്. ഇതൊക്കെ അനുഗ്രഹമാണ്. ഇതൊക്കെ ചിലപ്പോൾ ഇതൊന്നും നമ്മുടെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനെ ആരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകില്ല. ഇത്രയൊന്നും നമ്മളെ ആരും കരുതിയിട്ടുണ്ടാവില്ല. ഞാൻ എൻ്റെ അറിവിൽ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചത് എനിക്കറിയത്തില്ല. ഇവിടെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഒരു പ്രാവശ്യം വചനം എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ബോധ്യം ദൈവം തന്നത്. അവരവരുടെ ഒരു ഫോട്ടോയൊക്കെ വച്ച് ആ നിയോഗം എഴുതി പ്രാർത്ഥിക്കുക. അവരിൽ നല്ല ചിന്തകൾ, രക്ഷപ്പെടണമെന്ന ചിന്ത ദൈവം അവരിൽ ഇടും. അവർ ദൈവത്തിലേക്ക് വരും. അവർ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരും. വിശ്വസിക്കുന്നോ? അതുകൊണ്ട് നിങ്ങൾ നാളെ മുതലുള്ള പ്രാർത്ഥനകളിൽ ഉള്ള സമയത്ത് തന്നെയുള്ള പ്രാർത്ഥനയാണ്. നിങ്ങളതിൽ പങ്കെടുക്കുക മനസ്സനുവദിക്കുന്നത് പോലെ. ഏതായാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ ഈ പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾ കാണുന്നത്, ഇവിടെ വരുന്ന മനുഷ്യരെ ഞങ്ങൾ കാണുന്നത് എങ്ങനെയെന്നറിയാമോ? നമ്മുടെ പ്രാർത്ഥന കൊണ്ടും ഞങ്ങളുടെ സ്നേഹം കൊണ്ടും രക്ഷപ്പെടാനുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് ദൈവം നിങ്ങളെ ഞങ്ങൾക്ക് തന്നതാണ് ഇവിടുത്തെ പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി. കരഞ്ഞുകൊണ്ട് ആരും ഇറങ്ങിപ്പോകാൻ ഇടവരില്ല. സന്തോഷത്തോടെ കൊയ്ത്തുകാലത്തിൻ്റെ സന്തോഷം ദൈവം നമ്മളിൽ നിറയ്ക്കും. എൻ്റെ മകൻ, എൻ്റെ മകൾക്ക് വേണ്ടി മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അതൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറും. ഞാൻ ഒരു ദൈവവചനം വളരെ ശ്രദ്ധയോടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ സക്കറിയായെക്കുറിച്ചാണ്. സക്കറിയായെക്കുറിച്ച് ഒരിക്കലും എല്ലാവരും ഇത് കേൾക്കുക. നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഗുണം ചെയ്യും. ഇത് നമ്മുടെ വ്യക്തിത്വത്തിന് ഗുണമാണ്. ഇത് അനുഗ്രഹമാണ്. നമ്മളാക്കുന്നത് ഇങ്ങനെയുള്ള നല്ല ബോധ്യങ്ങളാണ്. ഒരിക്കലും നെഗറ്റീവ് നമ്മളോട് തന്നെ നമ്മൾ പറയരുത്.
നമ്മുടെ പ്രിയപ്പെട്ടവരോടും നമ്മുടെ കൂടെയുള്ളവരോടും പറയരുത്. എന്ത് പറയരുത്? നീ ശരിയാകുകയില്ല, നീ നന്നാകത്തില്ല, നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ല, ഇങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള വാഗ്ദത്തം ജനിക്കില്ല. വാഗ്ദത്തമുണ്ട്, നീ രക്ഷപ്പെടുമെന്ന വാഗ്ദത്തം. നെഗറ്റീവ് പറഞ്ഞാൽ ദൈവം നൽകിയ വാഗ്ദത്തം ജനിക്കാതെ പോകും. ഹല്ലേലൂയ. അത് മനസ്സിലാക്കി തരാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം, അത് സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. ആർക്കാണ് മുന്നറിയിപ്പ് കിട്ടുന്നതെന്നറിയാമോ? സക്കറിയായ്ക്ക്. സക്കറിയ എന്ന പുരോഹിതന്. ഇനി വായിക്കുന്ന ഭാഗം ഇതാണ്. 19-ാമത്തെ വാക്യം, 18-ാമത്തെ വാക്യം വായിച്ചേ. ദൈവത്തിൻ്റെ ദൂതനോട് സക്കറിയ പറയുന്ന കാര്യമാണ് വായിക്കുന്നത്. സക്കറിയ ദൂതനോട് ചോദിച്ചു. സക്കറിയ ദർശനം നൽകിയ ദൂതനോട് ചോദിച്ചു, ഞാനിത് എങ്ങനെ അറിയും? ഞാനിത് എങ്ങനെ അറിയും? എങ്ങനെ നടക്കും? ഇതൊക്കെ എങ്ങനെ ശരിയാകും? ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കും? ഇതൊക്കെ എങ്ങനെ നടക്കാനാ? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ പല നിയോഗത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്. കയ്യിൽ പാസ്പോർട്ട് എടുത്ത് പ്രാർത്ഥിക്കുന്നവരും സ്ഥലത്തിൻ്റെ പ്രമാണം കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട്. നിങ്ങളിങ്ങനെ ചിന്തിക്കല്ലേ, ഇതൊക്കെ എങ്ങനെ നടക്കാനാ? ഇതൊക്കെ എങ്ങനെ ശരിയാകാനാ? ചിന്തിക്കല്ല്. നിങ്ങൾക്കുള്ള അനുഗ്രഹം ജനിക്കാതെ പോകും. പിന്നെ എന്ത് ചിന്തിക്കണം? ഇതിന്മേൽ ദൈവം ഇടപെടും. ഞാനൊരു അത്ഭുതത്തെ കാണും. ഒരു സൗഖ്യം എൻ്റെ മേൽ വരും. എൻ്റെ മക്കൾ രക്ഷപ്പെടും. വിശ്വാസമാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ വിശ്വസിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള വാഗ്ദത്തം ജനിക്കാൻ ഇടവരും. ഹല്ലേലൂയ. വായിക്കാം. ഞാനിത് എങ്ങനെ അറിയും? ഞാനിത് എങ്ങനെ അറിയും? ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ചിന്തിക്കുന്നുണ്ട്, ഇതെങ്ങനെ നടക്കും? ഇതെങ്ങനെ ശരിയാകും? 3 പ്രാവശ്യം കല്യാണം മുടങ്ങിപ്പോയില്ലേ, ഇനി നടക്കുവോ? ഈ സ്ഥലം വിൽപ്പന നടക്കുവോ? എൻ്റെ അയൽവാസികളെല്ലാം ഇതിന് തടസ്സമാണല്ലോ, ഇതെങ്ങനെ നടക്കും? ഈ പാസ്പോർട്ടുമായിട്ട് എനിക്ക് ഇന്ന രാജ്യത്ത് പോകാൻ പറ്റുമോ? ഈ ഭാഷ പഠിക്കാൻ പറ്റുമോ? സക്കറിയായും ചോദിച്ചു, ഇതൊക്കെ എങ്ങനെ നടക്കും? ഇതൊക്കെ എങ്ങനെ അറിയും? അപ്പോൾ പറഞ്ഞു, ഞാൻ വൃദ്ധനാണ്, എനിക്ക് ഒന്നാമതേ നല്ല പ്രായമായി, വയസ്സായി. എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. പുള്ളിക്കാരത്തെയും ആരോഗ്യത്തിൽ ക്ഷീണമുള്ളയാളാണ്. ഞങ്ങൾ രണ്ടുപേരും വൃദ്ധന്മാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ നടക്കുമോ? 19-ാമത്തെ വാക്യം. ദൂതൻ മറുപടി പറഞ്ഞു. അപ്പോൾ ദൂതൻ പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. 20-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. 20-ാമത്തെ വാക്യം. യഥാകാലം. ഇത് ശ്രദ്ധിച്ചോ? യഥാകാലം. യഥാകാലം എന്ന് പറഞ്ഞാൽ നാളെയല്ല, യഥാകാലം, ഏറ്റവും അടുത്ത സമയത്ത് പൂർത്തിയാകേണ്ട എൻ്റെ ഈ വചനം അവിശ്വസിച്ചത് കൊണ്ട് നീ മൂകനായി തീരും. നീ ഇനി നിനക്ക് മിണ്ടാൻ ശബ്ദം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അതെന്തിനാണ്? നിനക്കിനി സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നീ മൂകനായി തീരും. എത്ര നാൾ? മരിക്കുന്നവരെയല്ല, ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് ഒരക്ഷരം പറയാൻ പറ്റത്തില്ല, ശബ്ദം ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. അതെന്തിനാണ്? സക്കറിയായ്ക്ക് സംസാരിക്കാൻ കഴിവ് എടുത്തു മാറ്റിയത് എന്തിനാ? സക്കറിയായുടെ എൻ്റെ ഒരു ചിന്തയും ഒരു ബോധ്യവും ഒരു തോന്നലും പറയാം, ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കുക. സക്കറിയായ്ക്ക് സംസാരിക്കാൻ കഴിവ് ഉണ്ടായിരുന്നെങ്കിൽ സക്കറിയ ഇരുന്ന് നെഗറ്റീവ് പറഞ്ഞേനെ. ഇതെങ്ങനെ നടക്കാനാ? എനിക്കിത്രയും വയസ്സായില്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നെങ്കിൽ ഈ വാഗ്ദത്തം ജനിക്കാതെ പോകും. അതുകൊണ്ട് സക്കറിയായോട് ദൈവം പറഞ്ഞു, നീ ഇനി കൊച്ചു ജനിക്കുന്നവരെ മിണ്ടണ്ട, നെഗറ്റീവ് ഒന്നും പറയണ്ട. കൊച്ചു സംസാരിക്കുന്നതുവരെ, കൊച്ചു ജനിക്കുന്നതുവരെ, വാഗ്ദത്തം ജനിക്കുന്നതുവരെ നിനക്ക് സംസാരിക്കാൻ സാധ്യമല്ല. നമ്മളും ചില കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. എനിക്ക് രോഗം വരുവുള്ളൂ, ഞാൻ മരിച്ചു പോകത്തേ ഉള്ളൂ, പറയണ്ട. എൻ്റെ പിള്ളേരൊന്ന് രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതിനെവിടെയാണ് കാശ്, എങ്ങനെ പഠിപ്പിക്കും? പറയണ്ട. എന്തു പറയണം? വിശ്വാസം പറ.
വിശ്വാസം പറയുന്നവൻ്റെ മുമ്പിലാണ് അനുഗ്രഹത്തിൻ്റെ വാതിലുകളെ ദൈവം തുറന്നിട്ടുള്ളത്. ആമേൻ. ഹല്ലേലൂയ. എല്ലാത്തിനും നെഗറ്റീവ് എങ്ങനെ ശരിയാകും, ഇതൊക്കെ എങ്ങനെ നടക്കും, ഈ പ്രാർത്ഥിച്ചിട്ടൊക്കെ വല്ലതും നടക്കുമോ, എത്ര കൊല്ലമായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരില്ലേ, ചില പ്രാർത്ഥനയ്ക്കുള്ള മറുപടി യഥാകാലം പൂർത്തിയാകും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് നമ്മൾ ഇച്ചിരി ചിന്തിക്കാനുണ്ട്, ഇച്ചിരി സംസാരിക്കാനുമുണ്ട്. സക്കറിയ ദൈവ ശുശ്രൂഷകനാണ്, അദ്ദേഹം ഒരു പ്രീസ്റ്റാണ്, ഒരു പുരോഹിതനാണ്. എന്നിട്ട് പോലും അദ്ദേഹം ചോദിച്ചു, ഇതൊക്കെ എങ്ങനെ നടക്കും, ഇതെങ്ങനെ ഞാൻ അറിയും, ഇത് ശരിയാകുമോ, എനിക്കിത്രയും വയസ്സായില്ലേ, എൻ്റെ ഭാര്യ വളരെ പ്രായമുള്ള ആളാണ് എന്നൊക്കെ പറയുമ്പോൾ ഇനി സംസാരിച്ചാൽ ദൈവം കൊടുത്ത വാഗ്ദത്തം ജനിക്കില്ലെന്നറിയാം. അതുകൊണ്ട് ദൈവം സക്കറിയയുടെ വാ അടച്ചു. കുഞ്ഞ് ജനിക്കുന്നതുവരെ, വാഗ്ദത്തം പൂർത്തിയാകുന്നതുവരെ. ആമേൻ. നിങ്ങളും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഒത്തിരി ആയിരക്കണക്കിന്, 5000-ഓളം, ഏകദേശം ഒരു നമ്പർ അനുസരിച്ച് 5000-ഓളം നിയോഗങ്ങൾ കുഞ്ഞുങ്ങളുടെ കിട്ടിയിട്ടുണ്ട്. കണക്ക് കൃത്യമല്ല, എങ്കിലും നിങ്ങൾ ഈ ഓരോ വിഷയവും പ്രാർത്ഥിക്കുമ്പം ഒരിക്കലും നെഗറ്റീവ് പറയില്ല. നീ രക്ഷപ്പെടുമെന്ന് തോന്നില്ല, നീ ഇങ്ങനെ വട്ടവും നീളെ നടക്കത്തുള്ളൂ, നിനക്കൊരു ഭാഗ്യമില്ലാത്ത ആളാ, പണ്ട് അയാൾ പറഞ്ഞു കേട്ടിട്ടില്ലേ നീ രക്ഷപ്പെടുകയല്ലെന്ന്, ഇതൊന്നും എടുത്ത് തലേ വെക്കണ്ട. മനസ്സിൽ ദൈവനാമത്തിൽ ഇന്ന് തൊട്ട് പറയുക, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, ആമേൻ. എൻ്റെ മക്കൾ രക്ഷപ്പെട്ടു വരും. ഞാൻ എൻ്റെ ദൈവത്തിൽ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എൻ്റെ മക്കൾ ദൈവത്തെ അറിയും, എൻ്റെ മക്കൾ ദൈവ സ്നേഹത്തിലേക്ക് അടുത്തു വരും, അവർ ദൈവത്തോട് ബന്ധമുള്ളവരായി മാറും. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് പറയുന്നതാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇന്ന് മുതൽ ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കൾ, ഇനി മാതാപിതാക്കളാകുന്നവരും ആകാനുള്ളവരും, എപ്പോഴും നെഗറ്റീവ് ഒരിക്കലും പറയരുത്. നെഗറ്റീവ് അവിടെ ഉണ്ടെങ്കിലും അത് പറയരുത്. എല്ലാം ദൈവനാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറയണം, ഞാൻ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ജീവിതം മനോഹരമായിട്ട് വരും, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കും, അത് നല്ല ഗംഭീരമായി നടക്കും, ദൈവം നടത്തും. നിങ്ങൾ വിശ്വാസത്തിൽ പറയുമ്പോൾ ദൈവം അനുഗ്രഹത്തിൻ്റെ വാതിലുകളെ ദൈവം തുറക്കും. അതുകൊണ്ടാണ് സക്കറിയയുടെ വാ അടച്ചു. ഇനി സക്കറിയയുടെ ഭാര്യ, ഇതൊരു വലിയൊരു കാര്യമല്ലേ, അവിടം തൊട്ട് ഒരു വണ്ടിയെ കയറി മുഴുവൻ ആൾക്കാരോട്, അയൽവാസികളോട്, നാട്ടുകാരോട്, ദേശക്കാരോട്, പള്ളിക്കാരോടെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുക, എന്നെ ദൈവം അനുഗ്രഹിച്ചു കേട്ടോ, ഞാൻ ഗർഭിണിയായി കേട്ടോ. ഇതൊന്നും പറഞ്ഞില്ല. 5 മാസത്തേക്ക് ഈ വ്യക്തി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒരാളോട് മിണ്ടിയില്ല. എത്ര നാള്? 5 മാസത്തേക്ക്. അല്ല, 5 മാസം എന്തിനാ വീട്ടിൽ ഇരുന്ന്? 5 മാസം ആ പഞ്ചായത്തിൽ കൂടെ മുഴുവൻ നടന്ന് നിങ്ങൾ അറിഞ്ഞായിരുന്നോ? നിങ്ങൾ കേട്ടായിരുന്നോ? സക്കറിയയുടെ ഭാര്യ എലിസബത്തിനെ എല്ലാവരും മാതൃകയാക്കണം. നമുക്കൊരു കാര്യം കേട്ടാൽ പിന്നെ അത് 10 പേരോട് പറഞ്ഞില്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് പോലെ നമുക്ക് തോന്നും, എന്തൊക്കെയോ ഒരു കുറവ് പോലെ, നമുക്കൊരു വിഷമമാണ്. സക്കറിയയുടെ ഭാര്യ ഇത് കേട്ടിട്ട് എന്തു ചെയ്തു എന്ന് വായിച്ചേ. 24-ാമത്തെ വാക്യമാണ്, താമസിയാതെ അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ച് സ്പഷ്ടമായിട്ട് അവരറിഞ്ഞു, ദൈവം അനുഗ്രഹിച്ചു എന്ന്. പക്ഷേ 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. അല്ല, 5 മാസം ഓടി നടന്ന് പറയാൻ പാടില്ലായിരുന്നോ? ചില കാര്യങ്ങൾ ചാടിക്കേറി പറയരുത്. നമ്മളെല്ലാവരോടും ചിലത് പറയേണ്ട സമയത്തെ അത് പറയാവുള്ളൂ. നമ്മൾ ചുമ്മാ നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് അങ്ങ് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെക്കുറിച്ചുള്ള വാഗ്ദത്തം ജനിക്കാതെ പോകും. ഇതൊരു ആത്മീയ ജ്ഞാനമാണ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന പലർക്കും അത് ബോധ്യമുണ്ട്. ഇവിടെ തങ്കച്ചൻ ബ്രദർ കുറേ കുറച്ച് പൈസ കൈ വെച്ച് ഒരു വീടിന് ടോക്കൺ കൊടുത്തപ്പോൾ ഇവിടെയുള്ള ശുശ്രൂഷക്കാരോടൊക്കെ പറഞ്ഞു വീട് മേടിച്ചു എന്ന്. ഒരു വീട് മേടിക്കാൻ ഒത്തിട്ടില്ല. പിന്നെ തങ്കച്ചൻ ബ്രദർ പറഞ്ഞു, ദയവ് ചെയ്ത് മിണ്ടാണ്ടിരിക്കുക, വീട് മേടിച്ച് എല്ലാം പൈസയെല്ലാം കൊടുത്ത് അതിന് റെഡി ആക്കിയിട്ടത് പറഞ്ഞാൽ മതി. അത് നമ്മുടെ എല്ലാ കാര്യവും പിള്ളേർക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് അറിയാൻ പാടില്ല. എൻ്റെ കൊച്ചങ്ങ് കാനഡയ്ക്ക് പോയി പാസ്പോർട്ട് എടുത്തിട്ടില്ല, എന്നാലും അങ്ങ് പറയുവാണ്. അറിയാൻ പാടില്ല, വീടങ്ങ് വെക്കാൻ പോവുക, വെയിറ്റ് ചെയ്യുക. സക്കറിയയുടെ ഭാര്യ എലിസബത്ത് ഒരു തിയോളജി ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് ഒന്നുമില്ല, പക്ഷെ ഭയങ്കര ജ്ഞാനമുണ്ട്. 5 മാസത്തേക്ക്
ആരുടെയും മുമ്പിൽ ഒരു വർത്തമാനത്തിനും പോയില്ല. നിങ്ങളും ചില കാര്യങ്ങൾ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല മാർക്ക് കിട്ടുമ്പോൾ നിങ്ങളതെല്ലാവരോടും എൻ്റെ കൊച്ചിന് എല്ലാത്തിനും അങ്ങ് A+ ആകട്ടോ പറയണ്ടെന്ന്. ചില കാര്യങ്ങൾ പറയണ്ട, ചില കാര്യങ്ങൾ പറയണ്ട. ഞാൻ മിക്കവാറും അടുത്ത മാസം 1-ാം തീയതി ഇസ്രായേലിൽ പോകും. പറയണ്ട, അവിടെ നിൽക്കുക. നമ്മൾ എത്ര പറഞ്ഞില്ലേലും കുറേ കാര്യങ്ങളൊക്കെ ആൾക്കാരറിയും. നമ്മളായിട്ട് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ നേരത്തെ അറിയണ്ട. അത് മനസ്സിൽ അത് യാഥാർത്ഥ്യമാകുന്നത് വരെ, അത് സ്പഷ്ടമായി അനുഭവിക്കുന്നത് വരെ അത് പറയരുത്. സക്രിയ എന്ത് ചെയ്തു? സക്രിയയുടെ ദൈവം അടച്ചു വെച്ചു. ഇനി നീ ഒരക്ഷരം മിണ്ടണ്ട, വാഗ്ദത്തം പൂർത്തിയാകുന്നത് വരെ. 2, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ 5 മാസത്തേക്ക് വേറൊരു മനുഷ്യനോടും അധികം മിണ്ടാനും പറയാനും പോയിട്ടേയില്ല. നിങ്ങൾക്ക് ചില നന്മകൾ ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കാൻ പോയ സ്ഥലത്ത് നിന്നും കൗൺസിലിംഗ് ചെയ്ത വ്യക്തികളൊക്കെ പറയും, നല്ലൊരു വീട് ദൈവം തന്ന് അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ, കൊച്ചിൻ്റെ കല്യാണം 1 വർഷത്തിനുള്ളിൽ നടക്കും കേട്ടോ, പോകുന്ന വഴിക്ക് ഒരു 40 പേരോട് പറഞ്ഞിട്ട് പോകരുത്. അവിടെ ഇരിക്കട്ടെ. ആ വാഗ്ദത്തം ജനിക്കുന്നത് വരെ അത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. പല കാര്യങ്ങളും പല നന്മകളും നമുക്ക് നഷ്ടപ്പെടുന്നത് അങ്ങനെയാണ്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ച് എന്നെക്കുറിച്ചുള്ള വാഗ്ദത്തം ജനിക്കുന്നത് വരെ, ആ അനുഗ്രഹം യാഥാർത്ഥ്യത്തിലാകുന്നത് വരെ. ഹല്ലേലൂയ. നിങ്ങളും അത് പ്രാർത്ഥിക്കണം. എനിക്കത് ഭയങ്കരമായൊരു ബോധ്യം എനിക്ക് പണ്ട് കാലത്ത് ഒരച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ സെമിനാരിയിൽ 4-ാമത്തെ വർഷം 1, 2, 3 4-ാമത്തെ വർഷം പഠിക്കുമ്പോൾ അവിടെ ഒരു കപ്പൂച്ചിൻ സഭയിലെ ഒരച്ഛൻ, പേരറിയാൻ പാടില്ല, ഒരച്ഛൻ ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ അച്ഛനെ വ്യക്തിപരമായി കാണാൻ ഒരു അവസരം കിട്ടി. എല്ലാവർക്കും ഉണ്ട് അവസരം. അങ്ങനെ ഞാൻ അന്ന് ചോദിച്ചൊരു ചോദ്യം, അച്ഛോ എനിക്ക് പ്രസംഗിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, അച്ഛൻ പ്രാർത്ഥിച്ച് എനിക്കങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ഒന്ന് പ്രാർത്ഥിക്കാവോ? അന്ന് ഈ അച്ഛൻ എന്നോട് പറഞ്ഞത് അനേകരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനം നീ പറയും എന്നാണ്. ഞാനതെൻ്റെ ഒത്തിരി കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ പിന്നീട് അവിടെ വന്ന ഒരാൾ എന്നോട് പറഞ്ഞു, അറിവുള്ള ജ്ഞാനമുള്ള ഒരാൾ പറഞ്ഞു, നിന്നോട് ആ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറയുന്നത് എല്ലാവരോടും പറയണ്ട. എല്ലാവരോടും പറയുമ്പോൾ എല്ലാവർക്കും പല അഭിപ്രായം. നീയോ ഈ ശബ്ദം വച്ചോ, ഈ രൂപം വച്ചോ, നീ എന്നാ പ്രസംഗിക്കാനാ? നിൻ്റെ ശബ്ദം അതിന് കൊള്ളില്ല, നിൻ്റെ ശരീരം അതിന് കൊള്ളില്ല, നിനക്കതിന് വലിയ അറിവില്ലല്ലോ. ഇതെല്ലാം കേട്ടാൽ നമ്മളതെല്ലാം തലയിലെടുത്ത് വെച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം ജനിക്കത്തില്ല. നീ അത് വെച്ച് പ്രാർത്ഥിക്ക്, വാഗ്ദത്തം അത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് അധികം പേരോടൊന്നും ഇത് പറഞ്ഞ് ആരുടെയും കളിയാക്കൽ സ്വീകരിക്കാനോ പ്രോത്സാഹനം സ്വീകരിക്കാനോ പോകാതെ ഈ വേദപുസ്തകവും ബൈബിളൊക്കെ തുറന്നു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടായിരിക്കാം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ദൈവാനുഗ്രഹത്തോടെ വചനം പറയാൻ ആ വാഗ്ദത്തം എന്നിൽ ജനിക്കാൻ കാരണം. പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം ജനിക്കാൻ ഇടവരട്ടെ. ഞാൻ വിശ്വസിക്കുന്നു. പാട്ടുപാടുന്ന ജോണിനൊരു സാക്ഷ്യം പറയാനില്ലേ? എവിടെയോ പാടുന്നോ വീട് വെക്കുമെന്നൊരു സാക്ഷ്യം പറഞ്ഞില്ലേ ഒരാൾ? അതൊന്ന് മൈക്കിലൂടെ പറയുമോ? ഈ ജോണിനോട് ഇദ്ദേഹത്തിന് 1 സെൻറ്റ് ഭൂമിയില്ല, ഒരു വീടുമില്ലാത്ത കാലത്ത് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, നീ 2 നില വീട് വെക്കും എന്ന് പറയുമോ? എന്നോട് പ്രാർത്ഥിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ എന്നോട് പറഞ്ഞു, നീ വീട് വെക്കുമ്പോൾ 2 നില വീടായിരിക്കും വെക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിൽ ചിരിച്ചു. കാരണം 1 നില വീട് വെച്ച് 2 മുറി ആയിട്ട് കൂടാനായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഇന്ന് ദൈവം ആ പറഞ്ഞ വാക്ക് മാനിച്ചു. ഇന്ന് ഞാൻ വെച്ചിരിക്കുന്ന വീട് 2 നില വീടാണ്. സത്യം പറഞ്ഞാൽ വീട് പണി പൂർത്തിയായിട്ടില്ല. 1 നില വീട് പണിതപ്പം ഇദ്ദേഹം ആ പറഞ്ഞ വാഗ്ദത്തമൊക്കെ മറന്നുപോയിരുന്നു. എന്നിട്ട് വീട് പണിയുന്ന ആൾ പറഞ്ഞു, ജോണ് നിനക്ക് ഈ പാട്ട് ഓർഗണൊക്കെ വച്ച് പാടാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ നീ വേണേ ഒരു നിലയും കൂടി അങ്ങ് പണിതിട്ടോ, ഈ കൂട്ടത്തിലാകുമ്പോൾ അതങ്ങ് നടന്നു പോക്കോളൂന്ന്. അങ്ങനെ 2ാമത്തെ നിലയും പണിതുകൊണ്ടിരിക്കുമ്പോൾ വാർത്ത കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, പണ്ട് പ്രാർത്ഥിച്ചൊരു മനുഷ്യൻ പറഞ്ഞായിരുന്നു, 1 സെൻറ്റ് ഭൂമിയോ ഒരു വീടോ ഇല്ലാതെ വാടകയ്ക്ക് താമസിച്ച് ഈ മനുഷ്യനോട് പറഞ്ഞു, നീ വീട് വയ്ക്കുമ്പോൾ 2 നില വീട് വയ്ക്കും. കണ്ടോ, ആ വാഗ്ദത്തം വർഷങ്ങൾ കഴിഞ്ഞ് അവിടെ ജനിച്ചു. ജോണിനോട് ഒരാൾ പറഞ്ഞു, നിന്റെ പാട്ട് ഒരുപാട് പേര് കേൾക്കൂന്ന് പറഞ്ഞു. ഒരുപാട് പേര്
ഇദ്ദേഹം വലിയ പാട്ടുകാരൻ അറിയപ്പെട്ട ഒരാളൊന്നും അല്ല. പക്ഷെ ഇവിടെ ഈ ധ്യാന കേന്ദ്രത്തിൽ ഇന്ന് ധ്യാനം കഴിയുമ്പോഴും ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളെല്ലാം ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന പാട്ട്, അല്ലെങ്കിൽ ഈ ചെറിയ ബോക്സിലൂടെ അകത്തും പുറത്തുമായി ഫുള്ള് ഇട്ടിരിക്കുന്നത് ജോണ് പാടിയ പാട്ടാണ്. എത്രയോ വർഷം മുമ്പ് പറഞ്ഞ നിന്റെ പാട്ട് അനേകർ കേൾക്കും. ഇവിടെ വരുന്ന എത്രയോ പേരാണ് ചോദിച്ചത് ആരാണ് പാടുന്നത്. സത്യമാണ്. അതുപോലെ തന്നെ സനൂപിനോടൊരു മെസ്സേജ് തന്നില്ലായിരുന്നു പണ്ട് കൗൺസിലിംഗ് വന്ന് ഗൂഡല്ലൂരിൽ നിന്ന് ജോർജ് ചേട്ടൻ, എന്താ സാക്ഷ്യം മൈക്കിലൂടെ പറ. ഈ സനൂപ് വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് യൂട്യൂബില്ല, ഒരു ചെറിയ ക്യാമറയൊക്കെ ആയിട്ട് കല്യാണ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്ന സമയത്ത് ഗൂഡല്ലൂരിൽ നിന്ന് കൗൺസിലിങ്ങിനായി ഇവിടെ വന്നുകൊണ്ടിരുന്ന ഒരു ജോർജ് ചേട്ടനോട് സനൂപ് ചോദിച്ചു, ഞാൻ ദൂരെ ഒരു സ്ഥലത്ത് ഒരു ജോലി കിട്ടി അങ്ങോട്ട് പോട്ടെ ഈ ക്യാമറയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, നീ ഇവിടെ നിന്നോ. അത് പറഞ്ഞ മൈക്കിലൂടെ വ്യക്തമായിട്ട് പറ. എന്നോട് ആ ജോർജ് ചേട്ടൻ പറഞ്ഞു, നീ ഇവിടം വിട്ട് പോവരുത്. എനിക്ക് തോന്നുന്നു അതൊരു 2012 പറഞ്ഞത്. 2012 തുടങ്ങുന്ന സമയമാണ്. ഇവിടെ 437 പേരൊക്കെ വരുന്ന ഒരു കാലമാണ് 2012. ഈ ക്യാമറ കൊണ്ട് റെക്കോർഡ് ചെയ്യാൻ ഇടവരും, അല്ലെങ്കിൽ ഒത്തിരി പേർക്ക് ദൈവവചനം കൊടുക്കാൻ നീ ഇവിടെ വേണം എന്ന അർത്ഥത്തിൽ മെസ്സേജ് കൊടുത്തു. ഈ എറണാകുളം ഭാഗത്തോ ആ ഭാഗത്ത് നല്ല ജോലി ആ സമയത്ത് കിട്ടി, ആ സമയത്ത് പോകാൻ ആഗ്രഹിച്ച് ആ മനസ്സോടെ ഇരിക്കുമ്പോഴാണ് വാഗ്ദത്തം വരുന്നത്, ഇവിടെ നിൽക്ക്, നീ ഇവിടെ വിട്ടു പോകണ്ട. ആ വ്യക്തിക്ക് അത് ഗുണമായി. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മളെക്കുറിച്ചൊരു വാഗ്ദത്തമുണ്ട്. അത് ചിലപ്പോൾ അപ്പുറത്തിരിക്കുന്ന ഒരു കൗൺസിലർ ആയിരിക്കും പ്രാർത്ഥിച്ചു പറഞ്ഞത്, നിനക്കൊരു നന്മ വരുമെന്ന്. അത് ചിലപ്പോൾ ഈ വർഷമായിരിക്കും, ചിലപ്പോൾ വരുന്ന വർഷമായിരിക്കും, ചിലപ്പോൾ ഒത്തിരി വർഷം കഴിഞ്ഞായിരിക്കും. അത് നമ്മളിൽ ജനിക്കും. അത് നമ്മളിൽ ജനിക്കും. നമ്മൾ നെഗറ്റീവ് പറയരുത്. പുള്ളി ആരാ പറയാൻ? അതിന് പുള്ളിക്ക് ഇതിനുള്ള വരവുണ്ടോ? പുള്ളി എന്തോ ഒരു ബൈബിളും തുറന്നു വെച്ച് അങ്ങ് ചുമ്മാ പിടിപ്പിക്കുക. നമ്മളത് പറയണ്ട. നമ്മളോടൊരാൾ രക്ഷപ്പെടൂന്ന് പറഞ്ഞോ, ആമേൻ പറഞ്ഞത് സ്വീകരിച്ചോണം. ഒരാളോട് പറയുവാന്ന്, ഞാൻ ഇവിടെ വന്ന ഒരാളോട്, ഈ ബത്തേരിക്കപ്പുറമുള്ള ഒരാൾ, അവനിവിടെ വരുമ്പോൾ ആ വ്യക്തിയുടെ ആൾട്ടോ കാറ് ചോരുന്ന വണ്ടിയാണ്. ആൾട്ടോ കാറ് ഇത് നമുക്കറിയത്തില്ല. ആ വ്യക്തി മഴ പെയ്ത സമയത്ത് വണ്ടി, ആ കാറ് ചോരുന്നതാണ്, അതിനകത്ത് വെള്ളം വീഴും, പഴയ വണ്ടിയാണ്. അപ്പോൾ അത് വണ്ടി മാറ്റാനൊന്നും പ്ലാനില്ല. പക്ഷേ ഒരു മെസ്സേജ് കൊടുത്തു, നിൻ്റെ കയ്യിലൊരു നല്ല വണ്ടി വരും. അപ്പോൾ അവൻ അന്നേരം ആമേൻ സംഭവിക്കട്ടെ ദൈവമേ, ഒരു നല്ല വണ്ടി, നനയാത്തൊരു വണ്ടി തരണേ. ഇവിടെ നിന്ന് അങ്ങ് തിരിച്ചു പോയി സുൽത്താൻ ബത്തേരിയിൽ ഈ വാഹനം സെക്കൻഡ് സെയിൽ വെച്ചിരിക്കുന്നൊരു വാഹനം ചുമ്മാ കയറി നോക്കിയതാണ്. അദ്ദേഹം പറയാണ്, ആ വാഗ്ദത്തം പോലെ സംഭവിച്ചു. എൻ്റെ കയ്യിൽ ഒരു പുതിയ നല്ല വാഹനം, ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. ചെറിയ കാര്യമാകും. നിങ്ങളെ വിശ്വസിച്ചാൽ പ്രാർത്ഥിച്ചു പറയുന്ന കാര്യം നിങ്ങളിൽ ജനിക്കും. ആരെങ്കിലും നിങ്ങളുടെ മക്കളോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഒരാളുടെ വീട്ടിൽ പോയപ്പം അവിടുത്തെ ആ ചേട്ടൻ, അവിടുത്തെ ഇച്ചിരി പ്രായമുള്ള ചേട്ടൻ എഴുന്നേറ്റ് നിന്ന് എൻ്റെ കൂടെ വന്ന ആളുടെ നെറ്റിയേൽ കുരിശു വരച്ചിട്ട് പറയുവാണ്, നീ ഒരു രാശിയുള്ളവനാ, രക്ഷപ്പെടും കേട്ടോന്ന്. കൗൺസിലറൊന്നുമല്ല, അയാൾ ഇഞ്ചി കൃഷിയൊക്കെ നടത്തുന്ന ഒരു സാധാരണ മനുഷ്യൻ. അതേ ചുമ്മാ എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങനെ കുരിശു, എൻ്റെ അല്ല, എൻ്റെ കൂടെയുള്ള ഒരാളുടെ നെറ്റിയിൽ ഇങ്ങനെ കുരിശു വരച്ചിട്ട് പറയാം, നിനക്കൊരു രാശിയുണ്ട്, നീ രക്ഷപ്പെടും. തിരിച്ചു പോകുന്ന വഴിക്ക് പുള്ളി ചോദിക്കുകയാണ്, പുള്ളി എന്താ അങ്ങനെ പറഞ്ഞേ? പുള്ളി എന്താ അങ്ങനെ പറഞ്ഞേ? എന്തായാലും നല്ലൊരു കാര്യമല്ലേ പറഞ്ഞേ, നീ അത് വിശ്വസിക്കുക. ആ വ്യക്തി ഇന്നൊരു ഭാഗ്യമുള്ളൊരു ജീവിതം ജീവിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്മളെക്കുറിച്ചുള്ള വാഗ്ദത്തം ജനിക്കും. ഇവിടെ ഇരിക്കുന്ന ആരും വിഷമിച്ചു പോലെ പ്രാർത്ഥിച്ചിട്ട് എന്താ ഉത്തരം കിട്ടാത്തത്, പ്രാർത്ഥിച്ചിട്ട് എന്താ മറുപടി കിട്ടാത്തത്? ചില പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ ഓർത്തോ, അതിനേക്കാൾ നല്ലത് ദൈവം എനിക്ക് അപ്പുറത്ത് ഒരുക്കി വെച്ചത് കൊണ്ടാണ്. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, വാഗ്ദത്തം ജനിക്കാൻ ഇടവരണം. നിങ്ങൾ ബൈബിൾ വീട്ടിൽ ചെന്നൊന്നും വായിക്കണം. ഈ സക്കറിയായുടെ ഭാര്യ എലിസബത്ത് ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ മിനിമം അയൽവാസിയോടേലും പറയണ്ടേ, ഇങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ, ദൈവം അനുഗ്രഹിച്ച് കേട്ടോ എന്ന് പറയണ്ടേ. 5 മാസത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങിയില്ല. ഒരു മനുഷ്യനോടും ഇത് പറയാനും പോയില്ല. ഇത് നമുക്കൊരു പാഠമാണ്. എന്തേലും ഇച്ചിരി കാണുമ്പം നമ്മളങ്ങ് പറയരുത്. കൊച്ചിൻ്റെ കല്യാണം നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ചാടിക്കേറി എല്ലാവരോടും പറയണ്ട, നാളെ കഴിഞ്ഞ് മിക്കവാറും അങ്ങ് ഉറപ്പിക്കുമായിരിക്കുമെന്ന് പറയണ്ട. ആയില്ല, പറയാറായിട്ടില്ല. പ്രാർത്ഥിച്ചും 2 പ്രാവശ്യം ചിന്തിച്ചും നിങ്ങൾ ചുമ്മാ പറയരുത്, മിക്കവാറും ഞാൻ അടുത്ത വർഷം വീടങ്ങ് പണിയും കേട്ടോ, മിക്കവാറും ഒരു 6 മാസം കൊണ്ട് പണിത് കയറിക്കൂടലങ്ങ് നടത്തും കേട്ടോ. 6 വർഷമായാലും ചിലപ്പോൾ നടക്കുകയല്ല. ചിലപ്പോൾ
ചിലതൊന്നും നേരത്തെ അങ്ങ് നമ്മൾ പറയണ്ട, കേട്ടത് മനസ്സിൽ വയ്ക്കുക, പ്രാർത്ഥിക്കുക, അത് വാഗ്ദത്തം ജനിക്കാൻ ഇടവരും. ആമേൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവം ചില നന്മകളെ നിങ്ങൾക്ക് നൽകട്ടെ. ജോണിൻ്റെ സാക്ഷ്യം കേട്ടു, സനൂപിൻ്റെ സാക്ഷ്യം കേട്ടു. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് 2012 അതിനു മുമ്പോ ഒക്കെ പ്രാർത്ഥിക്കുന്ന ഓരോ മനുഷ്യന്മാർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ കാര്യമാണ്. അതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ വാഗ്ദത്തം ജനിക്കാൻ തുടങ്ങി. നിനക്കൊരു വീട് ദൈവം തരും, നീ ഇവിടെ വിട്ട് പോകണ്ട. അതെന്താ പോയാല് പുള്ളി ആരാ പറയാൻ? അങ്ങനെ ചിന്തിച്ചാൽ നമ്മളെക്കുറിച്ചുള്ള വാഗ്ദത്തം ജനിക്കാതെ പോകും. ഞങ്ങൾ വിശ്വസിച്ചിങ്ങനെ ഒന്നിച്ചു പറയട്ടെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളുടെ കടബാധ്യതകൾ മാറും. നിങ്ങളതൊക്കെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾ നമ്മളിൽ വിജയിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇനി എല്ലാവരും ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കണേ. നമുക്കൊക്കെ ചില പേടിയുണ്ട്. പേടി. ദൈവം എഴുതിയതേ നടക്കൂ, മനുഷ്യൻ എഴുതിയത് നടക്കില്ല. മനുഷ്യൻ പറഞ്ഞതുമല്ല നടക്കുന്നത്, ദൈവം പറഞ്ഞതും ദൈവം എഴുതിയതും നടക്കും. ചില അസൂയാലുക്കൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നീ രക്ഷപ്പെടത്തില്ല. ചില ആളുകൾ മന്ത്രവാദി കൂടോത്രക്കാരൻ്റെ അടുത്ത് പോയി മൊട്ടയിൽ എഴുതും, തകിടയിൽ എഴുതും, പല പല പരിപാടികളും ചെയ്ത് വീടിൻ്റെ മുമ്പിലും കടയുടെ മുമ്പിലും സ്ഥാപനത്തിൻ്റെ മുമ്പിലും വണ്ടിക്കകത്തൊക്കെ കൊണ്ടുപോയി വെച്ച് തിരികെ വെക്കുന്നവരുണ്ട്. തകിടയിൽ എഴുതി, അയ്യോ എന്തോ തകിടയിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരോടും പറയട്ടെ, തകിടയിൽ എഴുതുന്നവൻ അവൻ്റെ ആയുസ് തീരുന്നത് വരെ തകിടയിൽ എഴുതിക്കൊണ്ടേയിരിക്കും. അത് അവൻ്റെ ഭാഗമാണ്. മൊട്ടയിൽ കുറിച്ച് എഴുതി വെക്കുന്നവൻ അത് ചെയ്തുകൊണ്ടേയിരിക്കും, അത് അവൻ്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നവരോട് പറയാം, ആ വ്യക്തി അസൂയയോടെ മന്ത്രവാദം ചെയ്ത് തകിടയിൽ എഴുതിയതല്ല എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. ആ വ്യക്തി ദേഷ്യത്തോടെ നീ തകരണം, മുടിഞ്ഞു പോകണം എന്ന് ഉദ്ദേശിച്ച് മൊട്ടയിൽ എഴുതി വച്ചതല്ല എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നൽകിയ വാഗ്ദത്തമാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുക. ദൈവം നൽകിയ വാഗ്ദത്തം നമ്മളിൽ ജനിക്കാൻ ഇടവരും. അത് വിശ്വസിക്കണം, ഇന്ന് മുതൽ വിശ്വസിക്കുക. അവൻ തകിടയിൽ എഴുതിയതും മൊട്ടയിൽ എഴുതിയതും പറമ്പിൽ എഴുതിയതും വീട്ടിൽ കൊണ്ട് ചെയ്തു വെച്ചതും ഒന്നും നടക്കത്തില്ല. തീക്കട്ടയുടെ മുകളിൽ പച്ചവെള്ളം ഒഴിച്ചാൽ അത് കേട്ട് കരിക്കട്ടയാകുന്നത് പോലെ നമുക്കെതിരെയോട് എഴുതിയ എഴുത്തുകളൊക്കെ ഒന്നും അല്ലാതായിക്കൊള്ളും. അതൊക്കെ മണലിൽ എഴുതിയതുപോലെ, മണലിൽ എഴുതിയത് തിരമാല മായ്ച്ചു കളയുന്നത് പോലെ നമ്മുടെ മേൽ മനുഷ്യൻ എഴുതിയതൊക്കെ മാഞ്ഞു പോകട്ടെ. ദൈവത്തിന്റെ വാഗ്ദത്തം എന്നിലും നിങ്ങളിലും ജനിക്കാൻ ഇടവരട്ടെ. ഹല്ലേലൂയ. ഇത് വിശ്വസിക്കുക കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ദൈവാനുഗ്രഹം ഒരു കാലത്ത് കിട്ടി, എങ്ങനെയോ കിട്ടി. എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, വലിയ ആളുകളും ചെറിയ ആളുകളും പറഞ്ഞിട്ടുണ്ട്, നിന്റെ ശബ്ദം കൊള്ളത്തില്ല, നീ ദയവ് ചെയ്ത് പ്രസംഗിക്കാനൊന്നും പോവല്ല്, നിൻ്റെ ആ മുഖഭാവം ശരിയല്ല, നിനക്കതിന് പ്രസംഗിക്കാൻ അറിയില്ല, നിൻ്റെ ഭാഷ വെറും പച്ച മലയാളമാ, നിനക്ക് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡൊക്കെ വരണം. വലിയ ആളുകളോട് മിണ്ടും, വിദ്യാഭ്യാസം ഉള്ളവരോടൊക്കെ മിണ്ടുമ്പോൾ നിൻ്റെ ഭാഷ സംസാര ഭാഷയാ. പക്ഷെ ദൈവം ഇന്ന് എത്രയോ പേരുടെ മുമ്പിൽ അനുഗ്രഹത്തോടെ നിർത്തി. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാലത്ത് കേട്ട വാഗ്ദത്തം അത് ജനിച്ചതാണ്. ചെറിയ കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ, നിങ്ങളൊരു നിമിഷം കണ്ണുകൾ അടച്ചു എന്നിട്ട് പ്രാർത്ഥിച്ച്, ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ നിങ്ങളുടെ മക്കളിൽ ഒരാൾ കരയും കടലും കടന്ന് വേറൊരു രാജ്യത്ത് പോകുമെന്ന്? ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുമോ അതൊക്കെ നടക്കുന്നത് എങ്ങനെയാ? ഞങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ? ഞങ്ങളുടെ ആരും ജർമ്മനിയിലില്ലല്ലോ, ഞങ്ങളുടെ ആരും ഫ്രാൻസിലില്ലല്ലോ. നിങ്ങളുടെ ആരും അവിടെ വേണ്ടെന്നേ. നമുക്കൊരു ദൈവമുണ്ടെങ്കിൽ ദൈവത്തിനറിയാം നീ രക്ഷപ്പെടാനുള്ള വഴികളെ വെട്ടിക്കൊണ്ടുപോകാൻ. ദൈവം ആരാന്നറിയാമോ? ഉള്ള വഴി കൂടെ നടത്തുന്ന ദൈവം മാത്രമല്ല, വഴി ഇല്ലാത്തടത്ത് വഴി വെട്ടി തുറക്കുന്നവനാണ്. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കി പിച്ചളവാതിൽ ഒടിച്ച് നിനക്ക് മുമ്പേ പോയി വഴികളെ ഒരുക്കുന്നവനാണ്. ഹല്ലേലൂയ. കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇവിടെ ഇരിക്കുന്ന ചില മനുഷ്യരോട് ഇന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുടുംബക്കാരൊക്കെ പറയുന്നത്, നിന്റെ പെങ്കൊച്ചിൻ്റെ കല്യാണം നടക്കുകയല്ലടാ എന്ന് പറഞ്ഞവർ. അയ്യോ, അവർ പറഞ്ഞുകൊണ്ട് ഇനി എങ്ങനെ കല്യാണം നടക്കും, ഇനി എങ്ങനെ നടത്തും? അവർ പറഞ്ഞതല്ല നടക്കുന്നത്. നിന്റെ മകൾക്ക് ദൈവം ഒരു ജീവിതം വച്ചിട്ടുണ്ട്, ഒരു ഭാഗ്യം വച്ചിട്ടുണ്ട്, ഒരാളെ അപ്പുറത്ത് കരുതിയിട്ടുണ്ട്.
ആ വാഗ്ദത്തം ജനിക്കുക തന്നെ ചെയ്യും. ആമേൻ. മനുഷ്യൻ അടച്ചാൽ അടഞ്ഞു പോകുന്നതല്ല എല്ലാ വഴികളും. ഹല്ലേലൂയ. ചില വഴികൾ മനുഷ്യൻ അടച്ചാലും ദൈവം അതിനേക്കാൾ വലുത് തുറക്കും. മനുഷ്യൻ 10 വാതിൽ അടച്ചാൽ ഒരു ജനലെങ്കിലും ദൈവം നമുക്ക് വേണ്ടി തുറക്കാതിരിക്കത്തില്ല. വിശ്വസിക്കുന്നു. 10 വാതിൽ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യട്ടെ. അവൻ എല്ലാ വാതിലും അടച്ചാലും ഒരു ജനലെങ്കിലും ദൈവം നമുക്ക് വേണ്ടി തുറക്കാതിരിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഒന്ന് കരങ്ങളെ അല്പം ഉയർത്തി ആ കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒന്ന് അധരങ്ങളെ തുറന്നൊന്ന് ശബ്ദം ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയാ. എന്നെ കുറിച്ചുള്ള വാഗ്ദത്തം ജനിക്കാൻ ഇടയാകട്ടെ. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ജനിക്കാൻ ഇടവരണം. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ജനിക്കാൻ ഇടവരണമേ. ഹല്ലേലൂയാ. Glory Jesus. ഹല്ലേലൂയ. നേസിക്കിരേ യേശയ്യാ, നേസിക്കിരേ യേശയ്യാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ കണ്ട വചനമാണ് ദൈവം നമ്മളിലിട്ട വാഗ്ദത്തം നമ്മളിൽ ജനിക്കും. ആമേൻ. അതൊരു അനുഗ്രഹമായിട്ട് വരും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമതൊരു കാര്യമാണ്, നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം തന്നെ ഇറങ്ങി വന്ന് അതിന് തുടക്കമിടും. ആമേൻ. ഇതൊരു നല്ല കാര്യമാണ്. ഇച്ചിരി പഠിക്കാനുണ്ട്. അങ്ങനെയൊക്കെ ഇത് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ഈ ഓരോ മക്കളിലും ദൈവം നല്ല തുടക്കങ്ങളിടും. ദൈവം നല്ല തുടക്കം. സ്നേഹ എന്നു പേരുള്ളൊരു പെൺകുട്ടി ഇവിടെ വന്ന് അവരുടെ അമ്മയും ഇങ്ങനെ വർഷങ്ങളായി പ്രാർത്ഥിക്കും. വർഷങ്ങളായിട്ട് ഒറ്റ കാര്യമാണ് പ്രാർത്ഥിച്ചത്, അവൾക്ക് ജർമ്മനിയിലൊന്ന് പോകണം. ഭാഷ പഠിക്കാൻ മാത്രമുള്ള കഴിവും ബുദ്ധിയും ശക്തിയൊക്കെ അത്രയില്ലെങ്കിലും കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചു. ഇന്നലെ അപ്പനും അമ്മയും മകളും വന്ന് പറഞ്ഞു, ഞങ്ങൾ നിയോഗത്തോടെ എഴുതിയ പ്രാർത്ഥനകളാണിത്. അതൊരു മാലയുടെ രൂപത്തിൽ തന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ 1-ാം തീയതി ജർമ്മനിക്ക് പോവുകയാണ്. കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. അവിടുന്ന് അബുദാബിയിലേക്ക് പോകും. അവിടുന്ന് ജർമ്മനിയിലേക്ക് ഇന്ന എയർപോർട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചതിനൊരു അനുഗ്രഹം കിട്ടിയല്ലോ. പലരും പറഞ്ഞു, നടക്കുകയില്ല കേട്ടോ, നിങ്ങളെക്കാൾ വലിയ പൈസക്കാരൊക്കെ നോക്കിയിട്ടും പിള്ളേർക്ക് പോകാൻ ഒത്തിട്ടില്ല. അതിനിടയിൽ നോക്കണോ വേണ്ടയോ പല സംശയങ്ങളുണ്ട്. പക്ഷേ ഉറച്ച് പ്രാർത്ഥിച്ചൊരാൾ ഒരു സന്ദേശം കൊടുത്തു, നീ കരയും കടലും കടന്നു പോകും. ഒത്തിരി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന സമയം മുമ്പിലുണ്ട്. ചില ഭാരമൊക്കെ തോന്നിയാലും പകുതി വഴി കിട്ടേച്ച് പോയേക്കല്ല് കേട്ടോ. വിശ്വസിച്ചേറ്റെടുത്താൽ വാഗ്ദത്തം ജനിക്കുക തന്നെ ചെയ്യും. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം തന്നെ ഇറങ്ങി വന്ന് തുടക്കമിടും. വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നെങ്കിൽ ആ കരമുയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വായിക്കാം 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 18-ാം അധ്യായം 30 മുതൽ ഏലിയായുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവം ഇറങ്ങി വന്നൊരു തുടക്കമിട്ടു. പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് നല്ല തുടക്കങ്ങൾ ഇടാനിടയാകട്ടെ. മനുഷ്യനിടുന്ന പല തുടക്കങ്ങളും പാതി വഴിക്ക് നിന്നെങ്കിൽ ദൈവമിടുന്ന ഓരോ തുടക്കങ്ങളും പാതി വഴിക്ക് നിന്നു പോകത്തില്ല. അത് ദൈവം ഇട്ട തുടക്കമാണ്. നിങ്ങളത് വിശ്വസിക്കുക. ദൈവം ഇടുന്ന ചില തുടക്കമുണ്ട്. നിയോഗ പ്രാർത്ഥന, എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. നിയോഗ പ്രാർത്ഥന പലരും പറഞ്ഞു അത് 1 മാസത്തെ കൂടുതൽ നീളത്തില്ല. ഡെയിലി ബ്ലെസ്സിങ്, അയ്യോ എല്ലാ ദിവസവും വേണ്ട കേട്ടോ. ആര് കാണാനാ, ആര് എഴുന്നേക്കാനാ, 5:30 എഴുന്നേക്കും, ആരെ കൊണ്ട് പറ്റും? മിനിമം 5:30 1,00,000 പേരോളം വിവിധ രാജ്യങ്ങൾ എഴുന്നേറ്റിരിപ്പുണ്ട്. ദൈവം ഇടുന്ന തുടക്കമാണത്. ഏതെല്ലാം സംസ്ഥാനങ്ങൾ ഇവിടെ വന്നു, ഇത് ദൈവമിട്ട തുടക്കമാണ്. ഇത് ദൈവമിട്ട തുടക്കം പാതി വഴിക്ക് നിന്നു പോകത്തില്ല. അത് ദൈവം തന്നെ വിജയിപ്പിക്കും. കാരണം അത് ദൈവം ഇട്ട തുടക്കമാണ്. നല്ല തുടക്കങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇട്ടുതരും. ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ ഒരു കട, ഒരു ചെറിയൊരു ഷോപ്പ്, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി എടുത്തു കേട്ടോ. ബിസിനസ് തുടങ്ങാൻ വേണ്ടി. അപ്പം നാട്ടുകാർ കുറേ പേര് പറഞ്ഞു, എടാ ആ മുറി എടുക്കണ്ട,
പണ്ടെങ്ങാണ്ട് ഇവിടെ ഒരാൾ തൂങ്ങി മരിച്ചിട്ടുണ്ട്, അതിൻ്റെ ദോഷം കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ചെയ്തവനൊന്നും ക്ലച്ച് പിടിച്ചിട്ടില്ല, ഇതിലൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. ഇനി നീയും കൂടെ പോയി തല വെച്ച് കൊടുക്കല്ല്. അവിടെ പണ്ടെങ്ങാണ്ട് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതിനു മുമ്പ് പല കച്ചവടം നടത്തി 8 നില പൊട്ടിപ്പോയി. എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അവർ പ്രാർത്ഥിച്ചു. തുടങ്ങാൻ ഒരു സന്ദേശം കിട്ടി, തുടങ്ങാൻ വേണ്ടി സന്ദേശം കിട്ടി. അതോ എവിടെയും അവസാനം അതോ 1 എന്നത് 2, 3 ഒക്കെ ആയി വർദ്ധിച്ചു. ആ സ്ഥാപനം തന്നെ ഇപ്പോൾ 2-3 എണ്ണമായി. ആ തുടക്കം, ചില തുടക്കങ്ങൾ ദൈവമിടുന്നതാണ്. ചില നല്ല ആഗ്രഹങ്ങൾ ദൈവമിടുന്നതാണ്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അകത്തും പുറത്തുമായിരിക്കുന്ന നിങ്ങളിൽ ദൈവം നല്ല തുടക്കങ്ങളിടാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നല്ല തുടക്കങ്ങളിടാൻ ഇടയാകട്ടെ. ദൈവം ഇടുന്ന തുടക്കം. +2 കഴിഞ്ഞു, ഇനി എന്നാ പഠിക്കണം? ദൈവമേ നല്ലൊരു തുടക്കം ഇടണമേ. അവർ ജർമ്മനി പോയി, ഇപ്പുറത്തൊരാൾ റഷ്യയിൽ പോയി, എന്നാൽ ഞാനും പോയേക്കാം. ഇല്ല, ദൈവം നിങ്ങളിലിട്ട തുടക്കത്തിന് അടിസ്ഥാനത്തിൽ വേണം പോകാൻ. ഓരോരുത്തർക്കും ഓരോന്നാ ദൈവം വച്ചിട്ടുള്ളത്. ഒന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. 18-ാം അധ്യായം 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 30 മുതലുള്ള വാക്യം. ഏലിയായുടെ പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്. ഏലിയ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു തുടക്കമിട്ടു. അവിടെ ദൈവം ഇറങ്ങി വന്ന് തുടക്കമിട്ടു. അത് സംഭവിക്കട്ടെ. നിങ്ങളുടെ വീട് പണി ആഗ്രഹിക്കുന്നു, ദൈവം ഇറങ്ങി വന്ന് ഒരു തുടക്കമിടട്ടെ. മക്കളുടെ കല്യാണം നിങ്ങൾ ആഗ്രഹിക്കുന്നു, ദൈവം ഇറങ്ങി വന്ന് ഒരു തുടക്കമിടട്ടെ. നല്ലൊരു തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നു, ദൈവം ഇറങ്ങി വന്ന് തുടക്കമിടട്ടെ. എന്തിനാണ് ഇവിടെ എഴുതി വെച്ച് ഫോട്ടോയൊക്കെ പതിപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്? ഒരു വിശ്വാസമാണ്. ഇത് ദൈവമിട്ട ഒരു തുടക്കമാണ്. വെറുതെ ഒരു പേപ്പറിൽ എഴുതി ഒരു ഫോട്ടോ ഒട്ടിച്ച കാര്യം നടക്കുമോ? പക്ഷേ ഇതൊരു വിശ്വാസമാണ്. ഇത് ദൈവമിട്ട തുടക്കമാണ്. എന്തോ ഒരു നന്മയ്ക്കായി ദൈവം ഒരുക്കുന്നതാണ്. ആരുടെയൊക്കെയോ ജീവിതങ്ങളെ ദൈവം കൈപിടിച്ചുയർത്താൻ ദൈവമിട്ട തുടക്കമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. എങ്ങനെയാ പ്രാർത്ഥിക്കാം? 30-ാമത്തെ വാക്യം വായിച്ച്. അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു. അപ്പോൾ ഏലിയ പ്രവാചകൻ ജനത്തോട് പറഞ്ഞു, അടുത്ത് വരുവിൻ. എവിടെയെങ്കിലും പോയി നിൽക്കാതെ അടുത്തേക്ക് വരുവിൻ. എല്ലാവരും ചെന്നു. എല്ലാവരും അടുത്തേക്ക് വന്നു. പ്രിയപ്പെട്ടവർ, നമ്മൾ വേണേൽ ചിന്തിക്കത്തില്ലേ, എന്തിനാ അടുത്തേക്ക് വരുന്നത്? അവിടെ ഇരുന്നാൽ പോരെ, എന്നാ കുഴപ്പം? ഞങ്ങൾ ഇഷ്ടമുള്ളിടത്ത് ഇരിക്കും, ഇഷ്ടമുള്ള പോലെ ചിന്തിക്കും, നിങ്ങൾക്ക് എന്നാ പ്രശ്നം? ആരും ചോദിച്ചില്ല. ഏലിയ പറഞ്ഞു, നിങ്ങൾ അവിടെ ഇവിടെ നിൽക്കാതെ എല്ലാവരും അടുത്തോട്ട് വരുവിൻ. ആരും വിമർശിച്ചില്ല കേട്ടോ. എല്ലാവരും അടുത്തേക്ക് ചെന്നു. കർത്താവിൻ്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോയി. ഇതുപോലെ ഒരു ബലിപീഠം അവിടെ ഉണ്ടായിരുന്നു. അതിന് ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കേടൊക്കെ മാറ്റി റിപ്പയർ ചെയ്ത് നന്നാക്കി. നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കുമെന്ന് കർത്താവ് ആരോട് അരുൾ ചെയ്തുവോ ആ യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ അനുസരിച്ച് അവൻ 12 കല്ലെടുത്ത് റെഡിയാക്കാൻ തുടങ്ങുവാണ്. ഇനി 32-ാമത്തെ വാക്യം. ആ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ആ കല്ലുകളെല്ലാം എടുത്ത് അടുക്കി പെറുക്കിയ ഒരു ബലിപീഠം, നല്ലൊരു ബലിപീഠം അവിടെ ഉണ്ടാക്കി. ജനം മുഴുവൻ നിൽക്കുന്നത് എവിടെയാ? ആ ബലിപീഠത്തിൻ്റെ അടുത്താണ്. നിങ്ങളെവിടെയാ നിൽക്കുന്നത്? അതുപോലൊരു ബലിപീഠത്തിൻ്റെ ചുറ്റുമാണ് നിങ്ങൾ നിൽക്കുന്നത്. അതുപോലൊരു ബലിപീഠത്തിലാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരിരിക്കുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നം ഇരിക്കുന്നത്. ഇതേതെങ്കിലും സൂപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിലോ മെഡിക്കൽ സ്റ്റോറിൻ്റെ മുമ്പിലോ ബസ് സ്റ്റാൻഡിലോ ഒന്നുമല്ല. നിത്യം ദൈവത്തിൻ്റെ വചനം പറയുന്ന ആരാധന എടുത്തു വെച്ച് ജനം ആയിരക്കണക്കിന് മനുഷ്യൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു ബലിപീഠത്തിൻ്റെ മുമ്പിലാണ് ഓരോ നിയോഗവും ഇരിക്കുന്നത്. നല്ല ഉറപ്പുണ്ട്, ഇതിന്മേൽ നല്ല തുടക്കങ്ങളെ ദൈവം ഇടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നല്ല തുടക്കം. ഹല്ലേലൂയ. നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ഞാനിത് പറയാം, പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, ദൈവമേ എൻ്റെ മകനും മകളും ഇന്ന സ്ഥലത്താ, അവരിൽ രക്ഷപ്പെടണമെന്നൊരു നല്ല ചിന്ത ദൈവമേ അവരിൽ ഇടണമേ. ചുമ്മാ പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ അവരിലുണ്ടല്ലോ ഒരു തോന്നലുണ്ട്, രക്ഷപ്പെടണം, നന്നായിട്ട് പഠിക്കണം, ഇങ്ങനെ പോയാൽ പറ്റില്ല, ശരിയാകില്ല. നല്ല തുടക്കമിടും. ഇന്നൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഇന്ന സ്ഥലത്താണ് ജോലി. ഞാൻ അവിടെ ചെന്നപ്പോൾ മുതൽ സിഗരറ്റ് വലി കൂടി, ലഹരിയുടെ ഉപയോഗം കൂടി, ശരീരത്തിന് ഇച്ചിരി പ്രോബ്ലം ഉണ്ട്. അല്ല, എന്താ ഇവിടെ വന്നത്? എനിക്കൊരു പേടിയും ഭയവും തോന്നുന്നു, എൻ്റെ ലൈഫ് കൈവിട്ടു പോകുന്നു. അല്ല, എന്താ ഇവിടെ വന്നത്? ഇവിടെ വന്നത് സിഗരറ്റ് വലിക്കുന്നവർ 10 എണ്ണം കൂടെ വലിക്കത്തില്ലേ? ലഹരി ഉപയോഗിക്കുന്നവർ കുറച്ചുകൂടെ ലഹരി ഉപയോഗിച്ചു. എന്തിനാ ഇവിടെ വന്നത്? അവൻ ഇവിടെ വരാൻ കാരണം
അവൻ്റെ ജീവിതത്തിൽ ദൈവം നല്ല തുടക്കമിടാൻ പദ്ധതിയുള്ളത് കൊണ്ടാണ്. ആമേൻ. ഇവിടെയെല്ലാം റോട്ടിൽ കൂടെ പോകുന്ന എല്ലാവരും ഇവിടെ കയറി വരത്തില്ല, ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഇവിടെ വരത്തില്ല. പക്ഷെ ദൈവം നല്ല തുടക്കമിടാൻ ആഗ്രഹിച്ച് പദ്ധതിയുള്ളവരെ ദൈവം എങ്ങനെയും കൂട്ടിക്കൊണ്ടുവന്ന് ഈ ശബ്ദപരിധിക്കുള്ളിൽ എവിടെയേലും ഇരുത്തും. അത് നല്ല തുടക്കത്തിന് കാരണമാകും. അകത്തും പുറത്തുമായിരിക്കുന്ന എല്ലാവരും വിശ്വസിച്ച് ഇതെന്റെ നല്ല തുടക്കത്തിനാ, ഇതെന്റെ ജീവിതത്തിൽ എന്തോ ഒരു നന്മയ്ക്കാ, ഇതൊരു നല്ല തുടക്കത്തിന് കാരണമാകും. ഏലിയ പണിത ബലിപീഠത്തിന് മുമ്പിൽ ജനം നിന്നതുപോലെ ഇതുപോലെ ദിവസവും വചനം പറയുന്ന, ബലിയർപ്പിക്കുന്ന, ആരാധിക്കുന്ന ഒരു ബലിപീഠത്തിന് മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. അത് മുറ്റത്താണേലും ഇന്റർലോക്കിലാണേലും വരാന്തയിലാണേലും ചാപ്പലിലാണേലും അകത്തായാലും പുറത്തായാലും എന്തോ നിങ്ങളിൽ ദൈവം നല്ലൊരു തുടക്കമിടാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ വിശ്വസിക്കുമോ? നമ്മുടെ പ്രാർത്ഥനയുടെ സ്വരം ദൈവം കേൾക്കുന്ന സമയമാണ് ഈ 12 മണി സമയം. നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവം കേട്ടോണ്ടിരിക്കുന്ന സമയം. എവിടെ ഇരിക്കുന്ന നിങ്ങളുടെ നിലവിളി ദൈവം കേൾക്കുന്ന സമയമാണ് ഈ 11 മണിയും 12 മണി ഈ ആരാധനയുടെ സമയം. ഇവിടെ ഇരുന്ന് ജനം ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്നുണ്ട്. നമ്മൾ കാണുന്നില്ലേലും നമ്മളെ കാണുന്നൊരു ദൈവം ഇത് കണ്ടോണ്ടായിരിക്കുന്നത്. എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം ദൈവം കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ദൈവം ചില നല്ല തുടക്കങ്ങളെ അവിടെ ഇടും. ഹല്ലേലൂയ. ബാക്കി ഭാഗം കൂടെ വായിക്കുകയാണ്. അതിനു ചുറ്റും 2 അളവ് വിത്ത് കൊള്ളുന്ന ഒരു ചാലുണ്ടാക്കി. ഒരു ചാല്, വിത്ത് കൊള്ളുന്ന ഒരു ചാല്, ഒരു കുഴി, ഒരു ചാൽ അവിടെ ഉണ്ടാക്കി. അവൻ വിറകടുക്കി കാളയെ കഷ്ണങ്ങളാക്കി അതിന്മേൽ വെച്ചു. ശ്രദ്ധിക്കണം, ഒരു കാളയെ കൊന്ന് കഷ്ണമാക്കി ഈ ബലിപീഠത്തിൻ്റെ മുകളിൽ വിറകടുക്കി കാളയുടെ ആ മാംസം വെട്ടി നുറുക്കി ബലി അർപ്പിക്കാൻ അതിന് മുകളിൽ വച്ചു. അവൻ പറഞ്ഞു, 4 കുടം വെള്ളം ദഹന ബലിവസ്തുവിലും വിറകിലും ഒഴിക്കുവിൻ. ഇതൊരു വലിയ കാര്യമാണ്. 4 കുടം ഡീസൽ ഒഴിക്കാനല്ല പറഞ്ഞ്, 4 കുടം മണ്ണെണ്ണ കൊണ്ടുപോയി ഒഴിക്കാനല്ല പറഞ്ഞ്, 4 കുടം വെള്ളം ഒഴിച്ചാൽ തീ പിടിക്കുവോ? നനഞ്ഞ ഒരു വിറക് അടുപ്പിൽ വെച്ച് കത്തിക്കാൻ തന്നെ വലിയ പാടാണ്. ഗ്യാസ് അടുപ്പല്ലാതെ വിറകടുപ്പ് ഉപയോഗിക്കുന്നവർക്കറിയാം, നനഞ്ഞ വിറക് പുകഞ്ഞ് നമ്മുടെ ആകെ കണ്ണും നീറി മുഖവും പോകും. വലിയ പാടാണ് തീ പിടിക്കാൻ, മൊത്തം പുകയായിരിക്കും. വിറകടുപ്പ് ഉപയോഗിക്കുന്നവർക്കറിയാം. വിറകടുക്കി വെച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ചു എന്നല്ല, വെള്ളം ഒഴിച്ചു. ഇനി നമ്മൾ ചിന്തിച്ചത് ഇത് എങ്ങനെ തീ പിടിക്കാനാ? എങ്ങനെ തീ പിടിക്കുമെന്നായി പറയുന്നത്? എത്ര കുടം വെള്ളം ഒഴിച്ചു? 4 കുടം വെള്ളം കൊണ്ട് ഒഴിച്ചു. അവിടെ നിൽക്കുന്ന ജനം ഓർത്തിട്ടുണ്ടാവും, പുള്ളി എന്നാ പരിപാടിയായി ചെയ്യുന്നത്. വിറക് വെച്ചിട്ടും ബസ്തു ഒഴിച്ചിട്ട് ആരെങ്കിലും വെള്ളം ഒഴിക്കുവോ? ഇനി ഏത് തീ പിടിക്കുമെന്നായി പറയുന്നത്? ഇനി അടുത്തതോ? വെള്ളം ഒഴിക്കൽ നിർത്തിയിട്ടില്ല. അവൻ തുടർന്നു വീണ്ടും അങ്ങനെ ചെയ്യുവിൻ. അങ്ങനെ വീണ്ടും അവർ ചെയ്തു. അവൻ വീണ്ടും പറഞ്ഞു, 3-ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യും. അങ്ങനെ 12 കുടം വെള്ളം ഒഴിച്ചു. ആദ്യം 4 കുടം, പിന്നീട് അങ്ങനെ 3 പ്രാവശ്യം ചെയ്തു. അപ്പം 3 × 4 3 12 കുടം വെള്ളം ഒഴിച്ചു. എന്നിട്ടോ ബലിപീഠത്തിന് ചുറ്റും വെള്ളമൊഴുകി ചാലിൽ വെള്ളം നിറഞ്ഞു. മൊത്തം വെള്ളത്തിലായി. നമ്മളും ചിലർ ചിന്തിച്ചേ മൊത്തം വെള്ളത്തിലായി എല്ലാം തകർന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ദൈവം നല്ല തുടക്കമിടും കേട്ടോ. ചിലർ പറയില്ലേ, കടം കയറി മൊത്തം വെള്ളത്തിലായി, മൊത്തം കടം കൊണ്ട് നിറഞ്ഞു, മൊത്തം പ്രശ്നമായി. നനഞ്ഞ വെള്ളത്തിനകത്തിരിക്കുന്ന വിറക് പോലെ നമുക്ക് തോന്നും നമ്മുടെ പ്രാർത്ഥനാ വിഷയം. അയ്യോ, ഈ പാസ്പോർട്ട് എത്ര പ്രാവശ്യമായി ഇതുകൊണ്ട് ആ രാജ്യത്ത് പോകാൻ നോക്കുന്നു, ഇത് വെള്ളം നനഞ്ഞ വിറക് പോലെ, വെള്ളം ചാല് നിറഞ്ഞു കിടക്കുന്ന പോലെയാണല്ലോ, ഇതിന്മേൽ ഒന്നും നടക്കുകയില്ലെന്ന് തോന്നുന്നുണ്ടോ? ഈ വിറകിനി കത്തുവോ? ഈ ബലിവസ്തുവിനി തീ പിടിക്കുവോ? വെള്ളം കൊണ്ട് നിറഞ്ഞില്ലേ? ദൈവത്തിനറിയാം, അസാധ്യമെന്ന് തോന്നിയാലും അവിടെ നല്ല തുടക്കങ്ങളെ കൊണ്ടുവരാൻ ദൈവം തന്നെ ഇറങ്ങി വന്ന് അവിടെ അസാധ്യമെന്ന് തോന്നുന്ന സ്ഥലത്ത് നല്ല തുടക്കങ്ങളെ ഇടും. വിശ്വസിക്കുന്ന കർത്താവേ, ഇനി വാക്യം വായിക്കൂ. അടുത്തത്, ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്നു പ്രാർത്ഥിച്ചു. എവിടെ വന്ന് പ്രാർത്ഥിച്ചു? അടുത്തു വന്ന് പ്രാർത്ഥിച്ചു. ബലിപീഠത്തിന്റെ അടുത്ത്. എവിടെയേലും അല്ല, നമ്മൾ വിശ്വാസത്തോടെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നതിന് ഗുണമുണ്ട്, അർത്ഥമുണ്ട്. അതാ ഈ ബലിപീഠത്തിൽ ഈ നിയോഗം പ്രത്യേകം എടുത്തു വച്ചിട്ടുള്ളത്. ഇത് 15 ദിവസം കഴിഞ്ഞ് കത്തിച്ച് കളയില്ല. ഇത് കുറച്ചുനാൾ പ്രാർത്ഥനയുള്ള സ്ഥലത്ത് തന്നെ സൂക്ഷിക്കുക തന്നെ ചെയ്യും. അടുത്തു വന്ന് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണെന്നും
ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്നും അങ്ങ് വെളിപ്പെടുത്തണമേ. ഇതിന്മേൽ ഒരു അത്ഭുതം സ്പഷ്ടമായി മനസ്സിലാകത്തക്ക വിധം ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് ഏലിയ പ്രാർത്ഥിച്ചു. അടുത്തതോ, കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. 38-ാമത്തെ വാക്യം, ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും ദഹിപ്പിച്ചു. ഈ തുടക്കം ആരായിട്ടെ? ഇത് മനുഷ്യൻ ഒരു തീപ്പെട്ടി കൊണ്ട് കത്തിച്ച് ചൂട്ട് കത്തിച്ച് ഊതി കത്തിച്ചതല്ല. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അതിനൊരു തുടക്കമിട്ടു. ഇത്രയും നനഞ്ഞ വിറക് തീ പിടിച്ചോ? എന്ത് ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം നനഞ്ഞ വിറക് പോലെ മുമ്പിലുണ്ടെങ്കിലും ആകെ വെള്ളം കൊണ്ട് നിറഞ്ഞു, പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞു, പ്രതിസന്ധികൾ കൊണ്ട് നിറഞ്ഞു, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലെന്ന് തോന്നിയാൽ ദൈവത്തിനറിയാം ഇറങ്ങി വന്ന് നല്ല തുടക്കങ്ങളെ ഇടാൻ, നല്ല ബന്ധങ്ങളെ തരാൻ, നല്ല ചില തിരിച്ചറിവുകൾ ഉണ്ടാകാൻ, നല്ല ബോധ്യങ്ങളെ ഇടാൻ, നല്ല ഭവനങ്ങളെ തരാൻ, നല്ല ജോലി തരാൻ, നല്ല തുടക്കങ്ങളെ ദൈവം ഇടും. ചിലര് നമ്മൾ പറയില്ല, ഈ വ്യക്തി എങ്ങനെ നന്നാകാനാണ്, ഈ വ്യക്തി ഇനി മാറുവോ? പ്രിയപ്പെട്ടവരെ, പണ്ട് ഒരാൾ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഒരു കെട്ടുപണിക്കൊക്കെ പോകുന്ന, വീട് പണിക്കൊക്കെ സഹായിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് മാത്രം നല്ല വീടില്ല. അപ്പം മക്കളുടെ കല്യാണപ്രായമൊക്കെ ആയപ്പോൾ അയാൾ വീട് പണിയാൻ ആഗ്രഹിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഈ പ്രായത്തിൽ എനിക്കിനി വീട് പണിയാൻ ഒക്കത്തില്ല, എന്നെക്കൊണ്ട് ആകത്തില്ല, വേണേ പിള്ളേർ പണിയട്ടെ. പിള്ളേർ പറയുന്നു, അപ്പൻ എത്രയോ വീട് നാട്ടുകാർക്ക് പണിതു, അവനവനൊരു വീടുണ്ടാക്കാൻ പറ്റിയ? ഞങ്ങളുടെയൊക്കെ പ്രായ കല്യാണമൊക്കെ ആഘോഷിക്കും, ഈ വീട്ടിലേക്ക് ആരെങ്കിലും ഒരു പെൺകുട്ടിയെ തരുക? അത് അപ്പന് ഭയങ്കര വിഷമമാണ്. അപ്പം വിഷമത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ എന്തായാലും ഒരു വീട് പണിയാൻ പോകുന്നില്ല, പിള്ളേർ വേണേൽ പണിയട്ടെ, അവർക്കല്ലേ വീട് വേണ്ടത്, എനിക്ക് ഈ വീട് മതി. വിഷമത്തിൽ പറയുന്നതാ. പക്ഷെ അവരോട് അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ചേട്ടൻ അങ്ങനെ പറയരുത്, നിങ്ങൾ ഇവിടെ വന്ന ഇത് പറഞ്ഞത്, നല്ലൊരു വീട് പണിയാൻ നിങ്ങളുടെ കരങ്ങൾക്ക് ദൈവം ശക്തി തന്ന് നല്ലൊരു തുടക്കം ഇടുന്നുണ്ട്. ഒറ്റ വാക്കിൽ അദ്ദേഹം കല്ല് വെഞ്ചരിച്ചു കൊണ്ടുപോയി നമ്മുടെ ഈ നാടിൻ്റെ അടുത്ത് ഒരു നല്ല വീട് പണിതത് മംഗളകരമായ ഒരു കാര്യം. വർഷം നടന്നിട്ട് ഒരു 8-10 വർഷമൊക്കെ ആയി കാണും. ഇപ്പോൾ പ്രസംഗിച്ചപ്പോൾ ഞാൻ ഓർക്കുക, പ്രാർത്ഥിക്കുന്നവരിൽ ദൈവം തന്നെ ഇറങ്ങി വന്ന് നല്ല തുടക്കങ്ങളെ ഇടും. വിശ്വസിക്കുന്നോ? അങ്ങനെയെങ്കിൽ ഒരു നിമിഷം കണ്ണുകളടച്ച് ഒന്ന് പ്രാർത്ഥിച്ച്, നല്ല തുടക്കങ്ങളെ ദൈവം ഇട്ടു തരും. നല്ല തുടക്കങ്ങൾ ദൈവം തന്നെ ഇറങ്ങി വന്ന് ആ കാര്യത്തിനകത്തൊരു തുടക്കം ഇടും. ഇതിനകത്ത് ഒത്തിരി പേര് വിവിധ രാജ്യങ്ങളിൽ പോകാൻ, വിവിധ ദേശങ്ങളിൽ പോകാൻ, നല്ലൊരു ജോലി കിട്ടാൻ, സാമ്പത്തിക പ്രതിസന്ധി മാറാൻ, സ്ഥലം വിൽക്കാൻ, കടം വീട്ടാൻ, ജപ്തി മാറിക്കിട്ടാൻ, രോഗം സൗഖ്യമാകാൻ, ഒരു വിടുതൽ സംഭവിക്കാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒരു ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്നാ പ്രാർത്ഥിച്ചത്. എവിടെയാ ദൈവം ഇറങ്ങി വന്ന് തുടക്കം വിട്ടേന്നറിയാമോ? ഒരു ബലിപീഠത്തിൻ്റെ മുമ്പിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാ ദൈവം ഇറങ്ങി വന്ന് തുടക്കമിട്ടത്. അങ്ങനെയെങ്കിൽ നിങ്ങളും ഇന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു ബലിപീഠത്തിൻ്റെ മുമ്പിലാണ്. ദിവസവും ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ദൈവവചനത്തെ പ്രാർത്ഥനയോടെ എത്തിച്ചു കൊടുക്കുന്ന ഒരു ബലിപീഠത്തിൻ്റെ മുമ്പിലാണ് നിങ്ങളും നിന്ന് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ദൈവം ഇവിടെ ഇറങ്ങി വന്ന് നിങ്ങളിൽ നല്ല ചില തുടക്കങ്ങളെ ദൈവം ഇട്ടുതരും. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൻ്റെ നാമം ഉയരണം, ദൈവത്തിൻ്റെ നാമം ഉയരണം, ദൈവത്തിൻ്റെ നാമം പെരുകണം, വർദ്ധിക്കണം. ദൈവത്തിൻ്റെ നാമം നമ്മളെല്ലാവരും ഒന്ന് എഴുന്നേറ്റു നിന്ന് ഇന്ന് കേട്ട എല്ലാ കാര്യങ്ങളും ഒന്ന് കേൾക്കുമോ? ആദ്യം പറഞ്ഞു, നിങ്ങളെക്കുറിച്ചുള്ള വാഗ്ദത്തം നെഗറ്റീവ് പറഞ്ഞാൽ അത് ജനിക്കാതെ പോകും. അതുകൊണ്ട് ആ സക്രിയ ഒരു വാഗ്ദത്തം കേട്ടു, നിനക്കൊരു തലമുറയുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ സക്രിയ അപ്പത്തൊട്ട് പറയാൻ തുടങ്ങി, എനിക്ക് വയസ്സായി, എൻ്റെ ജീവിത പങ്കാളിക്ക് പ്രായം എത്രയായെന്ന് അങ്ങേക്ക് അറിയാവോ? മുഴുവൻ നെഗറ്റീവാ, വിശ്വസിക്കുന്നില്ല. വാഗ്ദത്തം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ വാഗ്ദത്തം ജനിക്കില്ലെന്ന് സ്വർഗത്തിന് മനസ്സിലായി. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം സക്രിയയോട് പറഞ്ഞു, വാഗ്ദത്തം കുഞ്ഞു ജനിക്കുന്നത് വരെ നീ മൂകനായിരിക്കും.
നിനക്ക് സംസാരിക്കാൻ കഴിയത്തില്ല. പ്രിയ, എന്താ ഇതൊരു പാഠമാണ്. നമ്മളോട് ആരെങ്കിലും അനുഗ്രഹിക്കപ്പെടും, രക്ഷപ്പെടും, പിള്ളേർ രക്ഷപ്പെടും കേട്ടോ, പഠിക്കും കേട്ടോ, വീട് നന്നായി വരും കേട്ടോ, മാറ്റങ്ങൾ ഉണ്ടാകും കേട്ടോ, സൗഖ്യമാകും കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ നെഗറ്റീവ് പറയല്. നിങ്ങൾ ചുമ്മാ പുരാണം എന്നോട് പറയണ്ട, ഇതൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇതിനേക്കാൾ വലിയ പ്രസംഗമൊക്കെ ഞാൻ ഒരുപാട് കേട്ടതാ, പിന്നെ പുള്ളി ആരാ പ്രവചിക്കാൻ എന്നൊന്നും പറഞ്ഞ് നമുക്ക് കിട്ടാൻ നമുക്കുള്ള അനുഗ്രഹം എന്തിനാ കളയുന്നേ? നിങ്ങളും പ്രാർത്ഥിച്ചേ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം ജനിക്കാൻ ഞാൻ ഒരിക്കലും നെഗറ്റീവായിട്ടൊന്നും പറയത്തില്ല. ഇനി സക്കറിയായുടെ ഭാര്യ എന്നാ ചെയ്തത്? അവൾ 5 മാസത്തേക്ക് ആരോടും അധികം മിണ്ടാൻ പോയില്ല, വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി. ചില കാര്യങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോഴാ കുഞ്ഞെ വാഗ്ദത്തം ജനിക്കുന്നത്. അനുഗ്രഹയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന സകലരോടും പറയട്ടെ, നിങ്ങളെ കുറിച്ചുള്ള വാഗ്ദത്തം ജനിക്കുക തന്നെ ചെയ്യും. മനുഷ്യൻ തകിടിൽ എഴുതിയതോ, പൂജ ചെയ്ത് എഴുതിയതോ, മന്ത്രവാദം ചെയ്തെഴുതിയതോ, കൂടോത്രം ചെയ്തെഴുതിയതോ ഒന്നും അല്ല നടക്കാൻ പോകുന്നത്. ദൈവം എന്നെ കുറിച്ച് എഴുതിയത് നടക്കുമെന്ന് വിശ്വസിക്കുവാണ്. വാഗ്ദത്തം ജനിക്കും, വാഗ്ദത്തം ജനിക്കും. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ ശപിക്കരുത്, അവർ നന്നാകുകയല്ലെന്ന് പറയല്ല്, നീ ഇങ്ങനെ പോയാൽ ഗതി പിടിക്കുകയല്ലെന്ന് പറയരുത്, നിന്റെ കൺവട്ടം കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ടായി ഇത് തകർച്ച തുടങ്ങിയെന്ന് പറയല്ല്. മറിച്ചു പറയണം, എനിക്ക് നിങ്ങളെ ദൈവം തന്നതാണ്, ദൈവനാമത്തിൽ ഞാൻ അവരെ സ്വീകരിക്കുന്നു, ദൈവം എൻ്റെ അനുഗ്രഹത്തിനായി ഏൽപ്പിച്ചു തന്നവരാണ്, ദൈവത്തിൻ്റെ സ്നേഹം അവരറിയും, അവർ ദൈവത്തിലേക്ക് അടുത്തു വരും, അവർ പഠിച്ച് മിടുക്കരാകും. ഇതെല്ലാ ദിവസവും പറയുമ്പോൾ അവരെക്കുറിച്ചുള്ള വാഗ്ദത്തം ജനിക്കും, അവരെക്കുറിച്ചുള്ള വാഗ്ദത്തം ജനിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് പ്രാർത്ഥിച്ചു പറയണം. രക്ഷപ്പെടുമെന്നാ പ്രാർത്ഥിക്കാൻ പോയടുത്ത് അച്ഛൻ പറഞ്ഞത്, കൗൺസിലർ പറഞ്ഞു പിള്ളേർ രക്ഷപ്പെടുമെന്നാ പറഞ്ഞത്. പറയണം. തിങ്കളാഴ്ച മാത്രം പറഞ്ഞാൽ പോരാ, ചൊവ്വാഴ്ചയും പറയണം. ചൊവ്വാഴ്ച മാത്രം പറഞ്ഞാൽ പോരാ, ബുധനാഴ്ചയും പറയണം, വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച ശനിയാഴ്ചയും ഒരു നിമിഷവേല് പറയണം. മക്കളെ രക്ഷപ്പെടുമെന്നാ കേട്ടോ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ പുള്ളി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത്. ഇത് പല പ്രാവശ്യം കേൾക്കുമ്പോൾ മഴ പെയ്ത് വെള്ളം മണ്ണിലിറങ്ങുന്നത് പോലെ നിങ്ങളെ കുറിച്ചുള്ള വാഗ്ദത്തവും ആ അനുഗ്രഹവും അവരിൽ ഇറങ്ങാൻ തുടങ്ങും. അവർ അനുഗ്രഹത്തിൽ കയറാൻ തുടങ്ങും, അവർ വളരാൻ തുടങ്ങും. സക്കറിയ ആ ഒരു കാര്യത്തെ അങ്ങനെ സ്വീകരിച്ചത് കൊണ്ട് അത് അനുഗ്രഹ വാഗ്ദത്തം ജനിച്ചു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എല്ലാ കരങ്ങളും ഹൃദയത്തോടൊന്ന് ചേർത്ത് വയ്ക്കുമോ? എന്നിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. ഈ ദിവസം കർത്താവ് ഈ ജനത്തെ അനുഗ്രഹിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ ഞങ്ങളുടെ മുഖം തെളിയാൻ ഇടയാകണമേ. എൻ്റെ മുഖം നിന്റെ മനസ്സിൽ തെളിയാൻ ഒരു നിമിഷത്തേക്കിലും എൻ്റെ മുഖം നിങ്ങളുടെ ദൈവത്തിൻ്റെ മനസ്സിൽ തെളിയാൻ ഇടവരണമേ എന്ന് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഏലിയ ബലിപീഠമുണ്ടാക്കി ആ ബലിപീഠത്തിന്റെ മുമ്പിൽ ജനത്തെ മുഴുവൻ ഒന്നിച്ചു കൂട്ടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഒരു ദൈവം തന്നെ ഇറങ്ങി വന്ന് ദൈവം നല്ല തുടക്കമിട്ടില്ലേ? ഇവിടെ എഴുതി പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യത്തിലും ദൈവം തന്നെ തുടക്കമിടും. നിങ്ങൾ പാട്ടുപാടുന്ന ജോണിന്റെയും അല്ലെങ്കിൽ ഇവിടെ ക്യാമറ ചെയ്യുന്ന സനൂപിന്റെയും സാക്ഷ്യത്തെ നിങ്ങൾ കേട്ടു. വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ച ഓരോ മനുഷ്യർ പറഞ്ഞ വാഗ്ദത്തങ്ങളാണ് അവരിൽ ജനിച്ചത്, അവർക്ക് അനുഗ്രഹമായത്. അനുഗ്രഹയിൽ വന്ന് വാഗ്ദത്തം സ്വീകരിച്ചവരുടെ എല്ലാം മേൽ വാഗ്ദത്തം ജനിക്കാൻ ഇടവരട്ടെ. ഹല്ലേലൂയ. ഇനി എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ നിയോഗം, പേരുകൾ, ഫോട്ടോ ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുക. എന്തിനറിയോ? നല്ലൊരു നാളേക്ക്, നല്ലൊരു തലമുറയെ വളർത്തിയെടുക്കാൻ, നല്ലൊരു കുടുംബം ഉണ്ടായി വരാൻ, ആരും നശിച്ചു പോകാതിരിക്കാൻ, ആകം തകർന്നു പോകാതിരിക്കാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ യുവാക്കളോടും കുഞ്ഞുങ്ങളോടും പറയട്ടെ, ഞങ്ങൾ പ്രാർത്ഥനയിൽ രക്ഷപ്പെട്ടു വരണം, ഉയരങ്ങളിൽ എത്തണം, നല്ല പഠിച്ച് മിടുക്കരായി വിവിധ രാജ്യങ്ങളിലെത്തി വീടിനെ രക്ഷിച്ചെടുത്തോണം, നല്ല വീടുകൾ പണിയണം, നല്ല വാഹനത്തിൽ സഞ്ചരിക്കണം, നല്ല ഒരു അനുഗ്രഹമുള്ള ഒരു ജീവിതം നയിച്ചോണം. ഒരാളെ കുറിച്ചും ഞങ്ങൾക്ക് കേൾക്കാൻ ഇടയാകരുത്. പോലീസ് പിടിച്ചു, ജയിലിൽ കിടക്കുന്നുണ്ട്, അങ്ങ് ജയിലിലാണ്, കോടതിയിലാണ്, പോലീസ് സ്റ്റേഷനിലാണ്, പോലീസ് നോട്ടപ്പുള്ളിയാക്കി ഇട്ടിരിക്കുവാന്ന് കേൾക്കാൻ ഇടയാകരുത്. രക്ഷപ്പെട്ടു എന്ന് കേൾക്കണം. അതിനു വേണ്ടിയാണ് ഈ ഇത്രയും ശബ്ദമുയർത്തിയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നത്. ഇത് പണിയില്ലാത്തോണ്ട് ഒരു പണിയായിട്ട് ചെയ്യുന്നതല്ല. ഇത് ദൈവം ഇടുന്ന ചില തുടക്കങ്ങളാണ്. ഇത് ദൈവം ഇടുന്ന ചില തുടക്കങ്ങളാണ്. ഇതിനെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഏലിയ ബലിപീഠം പണിത്
അതിന്മേൽ വെള്ളമൊഴിച്ചു, മുഴുവൻ നനഞ്ഞു കിടക്കുന്നു. വിറകും ബലിവസ്തുവും നനഞ്ഞ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയമൊക്കെ നനഞ്ഞാണോ ഇരിക്കുന്നത്? ഇതേലെങ്ങനെ തീ പിടിക്കാനാ? ഇതെങ്ങനെ നടക്കാനാ? ഇതെങ്ങനെ ശരിയാകാനാ? എനിക്ക് ലോൺ കിട്ടില്ലല്ലോ, എനിക്ക് ലോൺ ഇത് ബാങ്ക് തരില്ലല്ലോ, എനിക്കാരും വായ്പ തരാനില്ലല്ലോ, ഈ കല്യാണം എങ്ങനെ നടക്കും? ഈ കൊച്ചിൻ്റെ കല്യാണം കുറേ എണ്ണം മുടങ്ങിപ്പോയില്ലേ? ഇങ്ങനെയൊക്കെ നനഞ്ഞൊക്കെ ഇരിക്കുന്നതിലും ദൈവത്തിനറിയാം കുഞ്ഞെ, നല്ല ചില തുടക്കങ്ങളെ അവിടെ കൊണ്ടുവരാൻ. നിങ്ങൾ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്ന് സത്യത്തിലും ആത്മാവിലും പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവം തന്നെ ഇറങ്ങി വന്ന് ആ തീ പിടിപ്പിച്ചതുപോലെ, അഗ്നി അത് ഇറങ്ങി വന്നത് ദൈവം ചില തുടക്കമിട്ടതുപോലെ, പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ ദൈവം തന്നെ ഇറങ്ങി വന്ന് ചില നല്ല തുടക്കമിടും. രണ്ട് കരങ്ങളെയും ഉയർത്തിപ്പിടിച്ച് അധരങ്ങളെ തുറന്ന് കണ്ണുകളൊന്ന് അടച്ചിരിക്കട്ടെ. കണ്ണുകൾ അടച്ച് പ്രാർത്ഥനയോടെ നിൽക്കുന്ന നിങ്ങളോട് പറയട്ടെ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി ദൈവം തന്നവരാണ് നിങ്ങൾ. ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നത് ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെടാനുള്ളവരായിരിക്കും നിങ്ങൾ. ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാനുള്ളവരാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനുള്ളവരാണ്. നാശകരമായ കുഴിയിൽ നിന്ന് ദൈവം നിങ്ങളെ കരകയറ്റുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ മാറി മാറി പോകും. അങ്ങനെ വിശ്വസിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ശബ്ദമുയർത്തി അധരങ്ങളെ തുറന്ന് ദൈവമേ തന്നെ ഇറങ്ങി വന്ന് നല്ല തുടക്കങ്ങൾ ഇടാൻ ഒന്നുറക്കെ വിളിച്ച് യേശുവേ, ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീസസ്, ഹല്ലേലൂയ. കരങ്ങളൊന്ന് ചേർത്തടിച്ച് ഒരുമിച്ച് പാടാം. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? പാടുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. ശർദ്ദപാടിയേ. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാക്കുമാറുമോ? പറഞ്ഞു. ഇല്ല ഇല്ല ഒരിക്കലുമില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. അടുത്ത പാട്ടിന്റെ വരികൾ പാടുന്നത് ശ്രദ്ധിച്ചു വേണം കൈയടിച്ച് പാടാൻ. നിന്നെ തകർക്കുവാനോ? അങ്ങനെയല്ലേ പാടുന്നത്? നിന്നെ തകർക്കുവാൻ മനുഷ്യനുണ്ടായ പദ്ധതി അല്ല വിജയിക്കുന്നത്, ദൈവ പദ്ധതി വിജയിക്കുന്നു പാടാൻ പോവാണ്. കരമടിച്ചു പാടാം. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം നിന്റെ മേൽ, എന്റെ മേൽ ഉയർന്നാലും പാടുമോ? എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും. അർത്ഥം പറഞ്ഞു പാടുമോ? ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല. ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല. ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല. ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നാലും. അത് വിശ്വസിച്ച് പാടി. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും. ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും. ഉറക്കെ പറഞ്ഞേ. ഓ ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല. ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല. കാരണം യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല.
കേട്ട ഓരോ കാര്യങ്ങളും ആ കണ്ണുകളൊക്കെ നടച്ച്, എനിക്കറിയാം നിങ്ങൾ ഇതിനകത്തിരിക്കുന്നത് ഒത്തിരി കഷ്ടപ്പാടും വിഷമവും സഹിച്ചാണ്. ഒരാൾ നിൽക്കേണ്ട സ്ഥാനത്ത് 2-3 പേരൊക്കെ ഉണ്ട്. ഇങ്ങനെ നിൽക്കണമെങ്കിൽ പോലും ഉണ്ടല്ലോ, ദൈവത്തോട് ചേർന്ന് ചിന്തിക്കുന്നൊരു മനസ്സുള്ള ഒരാൾക്ക് ഇങ്ങനെ നിൽക്കാനും കേൾക്കാനും പറ്റത്തുള്ളൂ. അല്ലാത്തവരിറങ്ങി ഓടും. ഇവിടെ നിൽക്കുന്ന നിങ്ങളെ കാണുമ്പോൾ സാധാരണ പച്ച മനുഷ്യരായ ഞങ്ങൾക്ക് തോന്നുന്നത് ദൈവത്തോട് ചേർന്ന് ചിന്തിക്കുന്ന ഒരു നല്ല മനസ്സ് പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ അകത്തുണ്ട്. അല്ലെങ്കിൽ ആരെക്കൊണ്ട് പറ്റും ഇത്രയും സമയം ഇരിക്കാൻ? ഇത് വലിയ കാര്യമല്ലേ? നിങ്ങൾ വചനം കേൾക്കാൻ ഇവിടെ ഇരുന്ന ഓരോ മിനിറ്റും ഒരനുഗ്രഹത്തിൻ്റെ പ്രതിഫലമായി നിങ്ങൾക്ക് മാറട്ടെ. കണ്ണുകളടച്ച് ഒരിക്കൽ കൂടി ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നാളെ മുതലുള്ള പ്രാർത്ഥനയെ ഓർത്ത് പ്രാർത്ഥിക്കണം. അത് നിങ്ങൾക്ക് ഒത്തിരി പേര് അവരുടെ മക്കളെ കൊണ്ട് വിഷമിക്കുന്നവരൊക്കെ ഉണ്ട്. ഫോൺ അഡിക്ഷൻ ഉള്ളവരുണ്ട്, തെറ്റായ കൂട്ടുകെട്ടുള്ളവരുണ്ട്, വളരെ പ്രതിസന്ധിയിലുള്ളവരുണ്ട്, വളരെ വേദന അനുഭവിക്കുന്നവരുണ്ട്. നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല, നമ്മുടെ ഉപദേശം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഭക്തി അവർക്ക് താല്പര്യമില്ല, അവർ പള്ളിയോ പ്രാർത്ഥനയോ ആരാധനയോ വചനമോ കേൾക്കത്തില്ല. അങ്ങനെയുള്ളവരോട് എന്തു ചെയ്യും? അപ്പം നിങ്ങൾ പറയണം, കർത്താവേ, അവരിൽ നല്ല ചില തുടക്കങ്ങൾ അങ്ങ് തന്നെ ഇടണമേ. അവരിൽ നല്ല പ്രചോദനം അവരുടെ മനസ്സിലിട്ട് കൊടുക്കണമേ. ദൈവസ്നേഹം അനുഭവിച്ചവർ ആരും പറയാതെ ദൈവത്തിലേക്ക് അടുത്തു വരാൻ ഇടയാകത്തക്ക വിധം നല്ല തോന്നലുകളെ അവരിൽ ഇടണമേ. യേശുവേ, ഉൻ നാമമേ ഉയരണം. യേശുവേ, ഉൻ നാമമേ ഉയരണം. ഹല്ലേലൂയ. യേശുവേ, ഉൻ നാമമേ പെരുകണം. ഹല്ലേലൂയ. ഉങ്ക നാമം ഉയരണം, என்றுமேன்மையடையணும். பாடுவே பாடுவோம் அல்லேலூயா. உங்க நாமம் உயரணும், என்றுமேன்மையடையணும். பாடுவே பாடுவோம் அல்லேலூயா. இயேசுவே,